കിടപ്പുണ്ട്. ഏയ് ആരത്? അതെ പെണ്ണെ, അതാ ട്രെയിൻ വരുന്നേ. പെണ്ണെ എഴുതേക്ക്, ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് വരുന്നതാവും. എന്റെ മോളെ ട്രെയിൻ വരുന്ന, എഴുന്നേറ്റ് പോ. പാണ്ടി, എന്തിനാണ് എന്നെ വിട്ടിട്ട് പോയത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? എന്നെ ആരാ നീ? ആരാന്നോ? ഈശ്വരാ, നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്നതിന് എനിക്ക് ഇതും വേണം, ഇതിനപ്പുറവും വേണം. നീ കാരണം ഞാൻ ചാകാൻ വന്നത്. ഞാൻ കാരണം മരിക്കാൻ വന്നോ? ബോധമില്ലല്ലേ? ഞാനും ഇപ്പൊ അടിച്ചിട്ടാണ് വന്നത്. പക്ഷെ കെട്ടങ്ങിറങ്ങിപ്പോയി. പേടിക്കാതെ പറ, നീ ആരാ? എന്തിനാടാ അഭിനയിക്കുന്നേ? പാണ്ടിയല്ലേ? പാണ്ടിയും ചാണ്ടിയും ആരിത്? ധോനി കുമാർ. നീ ഏതാ? ഓ, പേര് മാറ്റി പറഞ്ഞ നീ അവനല്ലാതാകോ? നീ പാണ്ടിയാണെങ്കി നിന്റെ കയ്യിലൊരു തഴമ്പ് കാണും. കാണിക്ക് നോക്കട്ടെ. എന്നെ കൈന്നിട്ട് എന്നെ തഴമ്പ് കുഴമ്പെന്നൊക്കെ നിന്റെ ബുദ്ധിയൊക്കെ പോയാ? അപ്പൊ നീ എന്റെ പാണ്ടിയല്ലേ? പാണ്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സത്യം പറ, നീ ആരാണ്? എന്റെ പേര് നദിയ എന്നാണ്. എന്റെ നാട്ടിലെ ഉത്സവത്തിന് അവിടെ നിന്നെപ്പോലൊരുത്തൻ പാവ വയ്ക്കാൻ വന്നിരുന്നു. അവനെ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. പിന്നീട് എന്റെ നാട്ടിൽ എപ്പോൾ ഉത്സവം വരുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഉത്സവത്തിനേക്കാൾ അധികം ഞാൻ അവനെയാ കണ്ടത്. അവന്റെ പേരാണ് പാണ്ടി. എന്താണ് എന്തെങ്കിലും നിൽക്കുന്നേ? ഐസ്ക്രീം കഴിക്കാൻ നിൽക്കണോ? ട്രെയിനിൽ കയറാനല്ലേ? നിങ്ങളെല്ലാവരും ഞാൻ ട്രെയിനിൽ കയറ്റിത്തരാം. അതിന് മുന്നേ നിങ്ങൾ ഐസ്ക്രീം കഴിക്കുക. 4 റൗണ്ട് നമുക്ക് പോകാം. എനിക്ക് 3 റൗണ്ട് പോകണം. നിനക്ക് വേണേ നീ ഒറ്റയ്ക്ക് പോടാ. അതാർക്ക് വേണം? എനിക്ക് ഇതാണ് ഒരു ഐസ് കൊടുക്കണം. ആര് വന്ന കാശിൽ ആർക്കൊക്കെ നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും? എന്ത് ഭാവിയാണ് ഇത്? എന്ത് ചോദിച്ചാലും തെറ്റ് മറുപടിയാണ് പറയുന്നത്. റോങ് പറഞ്ഞു. അതെ, കാണട്ടെ, നോക്കട്ടെ. പൾസൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ ഇരിക്കണം. ഇനി പാവക്കങ്ങനെ 2 കൊടുത്താ ഇങ്ങനെ തന്നെ. ആവശ്യമില്ലാത്ത പറഞ്ഞോ നീ? ഞാനൊന്നും പറഞ്ഞില്ല, അവരാ ഇല്ലാത്തതൊക്കെ പറഞ്ഞേ. എടാ പാവ, അങ്ങനെയൊന്നും പറയല്ലേ. ഇത് നിന്നെ കാശ് കൊടുത്ത് മേടിച്ച വേലക്കാരിയാണ്, അല്ല മുതലാളത്തിയാണ്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പിരിന്തുറ്റി ഞാൻ ചോദിക്കുമ്പോ എല്ലാം തെറ്റായിട്ടാ പറഞ്ഞോണ്ടിരുന്നേ. ഈ കണ്ണ ചുമല ബട്ടൺ ഞെക്കിയോ? അതെ. ഇത് നെഗറ്റീവ് പറയുന്ന മോഡാണ്. ഇതിന് മൊത്തം 6 മോഡുണ്ട്. ഇത് നെഗറ്റീവ് പറയുന്ന മോഡാണ്. ഓ സോറി. നോക്കിക്കേ, ഇതിന്റെ സൈഡിലുള്ള മഞ്ഞ ബട്ടൺ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. മനസ്സിലായ? മഞ്ഞല്ലോ, നീലയല്ലേ? ഞാൻ പഠിച്ച സ്കൂളിൽ യെല്ലോ എന്ന് പറഞ്ഞ ഗ്രീൻ ആണ്. ഇനി ഇത് നന്നായിട്ട് സംസാരിച്ചോളൂ. ഇനി അങ്ങനെയൊന്നും പറയില്ല. ഇനി അങ്ങനെ പറഞ്ഞ എന്റെ അച്ഛനോട് എന്ന് പറഞ്ഞു. അച്ഛനോ? സിറ്റി റോബോ. പിന്നല്ലാതെ ഇത് വില്ലേജ് റോബോ. എന്തുവാടി? എല്ലാരും കൂടി വെട്ടിവിഴുകി തിന്നിയല്ല. എടാ എന്റെ ഷെയർ താടാ. നീ എന്റെ ഷെയർ കൂട്ടിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ലേ? എന്റെ ഷെയർ താ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തൃപ്പൂണിത്തുറയുടെ ചെയർമാൻ നമ്മുടെ ദേവി പ്രീതിക്കായി താലപ്പൊലിയും ഘോഷയാത്രയുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിവരം അറിയിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ വർഷത്തിനൊക്കെ ഒത്തിരി ആളുണ്ട് ഈ വർഷം. നമസ്കാരം. എടീ, അകത്ത് കുറെ ആളുണ്ടെന്നാ തോന്നുന്നത്. നീ കൊച്ചിനെ നോക്കി ഇവിടെ ഇരുന്നാ മതി കേട്ടോ. നിങ്ങൾ വാ. അവളും കൂടെ അകത്തൊന്ന് തൊട്ടെ. ഓ, നിങ്ങളൊന്നും മിണ്ടായില്ലേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കുഴപ്പമില്ല, കൊച്ചിനെ മര്യാദയ്ക്ക് നോക്കണം കേട്ടോ. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടോ. ഭഗവതി കാത്തോളണേ.
ആ ആ കൊടു. എല്ലാരും കൂട്ടത്തോടെ വരും കുടുംബമായിട്ട്. വളയന്മാരുടെ കാര്യം വരുമ്പോ കുട്ടികളായിട്ട് ചവിട്ട് പോകും. മോളിക്കടാ പുള്ള വരുന്നില്ല. ആ പുള്ളക്ക് ഈ പുള്ളിയുടെ പ്രശ്നം മനസ്സിലാവും. മോളെ ഇങ്ങോട്ട് വന്നേ, മോളെ ഇങ്ങോട്ട് വന്നേ. കരയാതെ മോനെ, കരയാതെ മോളെ. മോളെ ഈ മോൻ കിടന്ന് കരയുന്നത് കണ്ടോ? മോള് ഈ മോനോട് സങ്കടം ചോദിച്ചിട്ട് ഈ മോന്റെ കരച്ചിലൊന്ന് നിർത്തരാവോ? പയ്യന്റെ കരച്ചിൽ ഞാൻ നിർത്തി തരാം. ചെറിയ പ്രായത്തിലെ കൈക്കൂലിയോ? കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ ഇവളൊക്കെ IAS ആയി ഇത് വേണ്ട, എനിക്ക് മറ്റേത് മതി. കുറച്ചും കൂടെ നിനക്ക് നീ ആൺമാനെ വേണോ? തരാൻ തരാം. പിടിച്ചതിനേക്കാളും വലുതല്ല ആളെ കണക്ക്. ഇപ്പൊ എന്താ മോക്ക് വേണ്ടത്? ഇവിടെ ഇരിക്കണം മൊത്തം ബൊമ്മ, മുഴുവൻ ബൊമ്മ മോളെടുത്തു. എടുത്തു. നീ കരച്ചിൽ നിർത്ത്. അയക്കാൻ പറ്റല്ലോ മോളെ. മോനി ചേച്ചിക്ക് പേര് പറഞ്ഞു. വായി മിഠായി വെച്ചിട്ട് ചോദിച്ചാൽ ഇവന് വല്ലതും മനസ്സിലാവുക. ഇനി പേര് വെക്കും. അയ്യോ പാവ വലിച്ചെറിയല്ലേ. ഒരാൾ വഴക്ക് പറയും മോളെ കാല് പിടിക്കാൻ പാവ വലിച്ചെറിയല്ലേ. ക്ഷമിക്കണം ദൈവമേ. ഒരുമാതിരി വേലിയിരുന്ന പാപ്പിന്റെ അടുത്ത് എങ്ങാണ്ടും വെച്ചതുപോലെ ആയല്ല. ഇവൻ എന്താണ് ഇത്ര മാത്രം കിളിക്കണം? ഓ ശിവനെ കേട്ടല്ലേ മിണ്ടായിരിക്കണം. നീ എന്താണ് എന്റെ അടുത്ത് കാണിച്ചത്? അയ്യോ ദൈവം പിന്നെ മോനേടാ വിളിക്കാടാ. മിഠായിക്ക് മിഠായി തരാടാ. നിനക്ക് ബൊമ്മ കണക്ക് ബൊമ്മ തരാടി മോളെ. എഴുന്നേക്കടി മോളെ. എടാ മോനെ എഴുന്നേക്കടാ. എന്ത് തരാടാ എന്റെ ബൊമ്മകളെ. ഒന്ന് ഇവരുടെ പറഞ്ഞ് മനസ്സിലാക്ക്. ഈ ബൊമ്മ നിലവിളിപ്പിക്കായിരിക്കും നിങ്ങളെ കൊണ്ട്. എന്റെ ബൊമ്മയത് കൊണ്ട് പറയണം, പാവയത് കൊണ്ട് പറയണം. ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ. അപ്പൊ നീ വന്നല്ലേ? ഏതെണ്ണം കേട്ടോ ജനിപ്പിച്ച കൊച്ചാണെന്നറിയില്ല. രാവിലെ കട തുറന്നപ്പോ വന്നിരുന്ന് മോങ്ങാൻ തുടങ്ങിയ മോങ്ങലാണ്. ഇവന്റെ മോങ്ങൽ സഹിക്കണില്ല. ഇതേത് കൂതറയുടെ കൊച്ചാണെന്ന് അറിയത്തില്ല. ഇവന്റെ മോങ്ങൽ നിർത്താനായിട്ടാണ് ഇവളെ വിളിച്ചത്. ഇപ്പൊ ഇവളും മോങ്ങണ്. ഇതേത് കൂതറയുടെ കൊച്ചാണെന്ന് എനിക്കറിയത്തില്ലേ. എന്റെ അമ്മോ. എന്താ ഇവരുടെ കരച്ചിൽ നിർത്തണം? അത്രയല്ലേ ഉള്ളൂ. അതേടാ. എഴുന്നേക്ക്. എന്റെ കണ്ണി നോക്കി. നിന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. അയ്യോ 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 അയ്യോ. മോനെ ഇങ്ങോട്ട് വാടാ. നിന്നെയൊക്കെ എന്ത് ചെയ്യണോന്നറിയാവോ? മോളെ ഇങ്ങോട്ട് വാ. എന്താ മോളുടെ പേര്? സാന്ത്വനാണോ? ഡോറപ്പമ്മ അറിയത്തില്ല? എടുത്തോളൂ. മോളുടെ അമ്മ എവിടെ? പൂക്കടയിലുണ്ട്. സൂക്ഷിച്ചു പൊക്കോളൂ. ശരി സൂക്ഷിച്ചു പൊക്കോളൂ. ഓടിക്കണം. ഈ നാട്ടിൽ കണ്ടുപോകും. എന്താ മോന്റെ പേരെന്താ? വെങ്കിടേഷ്. നല്ല പേരാണല്ലോ വെങ്കിടേഷ്. വെങ്കിടേഷ് ആരുടെ കൂടെ വന്നേ? എവിടൊക്കെ നോക്കി. എന്തിനാ ഇങ്ങോട്ട് വന്നേ? താങ്ക്സ് ഉണ്ട്. അത് ശരി. ഇത് നിന്റെ മകനായിരുന്നാ? എന്റെ അല്ല, ചിറ്റയുടെ മകനാ. ചിറ്റയുടെ മകനാണ് ഇവൻ. ഇവൻ ഇങ്ങനെയാണെന്നെങ്കിൽ നിന്റെ ചിറ്റ ഏത് കൂതറയായിരിക്കും. ഉത്സവത്തിന് വന്ന കുട്ടികളെ സൂക്ഷിക്കണ്ടേ? അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ അവൻ അറിയാതെ ഓടിപ്പോയി. ശരി, കൊട്ടിനെ സൂക്ഷിച്ചോണ്ടോ. ചെക്കൻ കൂതറയായതിന് ഇനി ദൈവത്തിന്റെ കുറ്റം പറഞ്ഞാൽ മതിയല്ല. ചെയ്യരുത് കേട്ടോ. എന്നാടാ എടാ അവന് കൊടുക്കല്ലേ? അവൻ എനിക്ക് അടിച്ചതാണ്. ഇതാ കണ്ട നൈസായിട്ട് മേടിച്ചത് കണ്ട. ഓക്കേ ബൈ. അങ്കിൾ ചാറ്റ് പറയേ. പിന്നെ നിന്റെ ബൈക്ക് ഇട്ടിട്ട് ഇവിടെ എനിക്ക് ജീവിക്കാൻ വിട്ടുപോക്കോണോ ഇവിടുന്ന്? ചേട്ടാ കൊറേ നേരം കൊണ്ട് ഇവിടെ ഇരിക്കുവാണേ. കറുത്തു പോകും. ഇത് ഓൺ ആക്കുവോ ഇല്ലയോ? ഓ എന്റെ പൊന്നു മോളെ, 3 സീറ്റ് ഒഴിവുണ്ട്. ആള് വന്ന അപ്പൊ തന്നെ വിട്ടേക്കാം. ഓ എന്തൊരു ധൃതിയാ. എന്റെ കൃഷ്ണ. അണ്ണാ ഇങ്ങോട്ട് വന്നേ. അണ്ണനെ കണ്ടിട്ടൊരു പാവമായിട്ട് തോന്നുന്നുണ്ട്. വന്നേ ഒരു ചുറ്റി ഒന്ന് ചുറ്റാനല്ലേ? ഞാൻ ചുറ്റിക്കൊള്ളാം. ഓ എന്നാ ചെയ്ത്? നീയല്ലേ ചുറ്റാൻ പറഞ്ഞത്? ഓ എന്നെ ചുറ്റാനെന്ന് പറഞ്ഞത് സീറ്റിൽ കയറി ഇരിക്കാനാ? ചുറ്റേണ്ട നിന്റെ കടമയാണ്. അല്ലെ വഴി കൂടെ പോണവനെ ചുറ്റിക്കല്ലേ വേണ്ടത്? ഓരോ കളി. പോടാ. ഏത് ദുനിയാവിന്ന് വരുന്നു? ആരെങ്കിലും 3 പേര് വന്നിരുന്നെങ്കിൽ. മിണ്ടാതിരിക്കേ. ആരെങ്കിലും 2 പേര് വന്നാൽ ഞാൻ കേറ്റാ. വെറുതെ അപ്പിയെന്ന് ചിപ്പിയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ കാണാ? എന്താണ് പരിപാടി നടത്താതെ വെറുതെ നിൽക്കുന്നത്? എന്നാ പറയാനാ, ഒരുത്തൻ കേറുമ്പോ ഒരുത്തൻ ഇറങ്ങും. വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ ഞാനും കൂടെ കയറാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാ ചെയ്യും? അപ്പൊ എന്നാണെങ്കിൽ ബഹളം വെച്ചിട്ടിരിക്കുകയാണ്. ഒരുത്തൻ വന്നിട്ടുണ്ട്. ഇനി ബാക്കി കറക്റ്റ് ചെയ്യണം.
സൂക്ഷിച്ച് പതിയിരിക്കും. ഇതൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാടാ ഇവനെ കാണിക്കുന്നത്? എത്ര നേരം കൊണ്ട് അത് കേറിയിരിക്കാണ്. ഞാൻ ഇറങ്ങി പോവാണ്. അയക്ക് പയല്. ഓ അതെ, അതും പണി പാളിപ്പോയി. ഒരുത്തൻ കേറിയപ്പോ ഒരുത്തി ഇറങ്ങി. ഇനിയിപ്പൊ എന്ത് ചെയ്യൂപ്പാ? ചേട്ടാ എന്ത് പറയാ? ചേട്ടാ, മണികണ്ഠൻ ചേട്ടാ, എന്റെ വണ്ടി ഇന്ന് കറക്കാനായിട്ട് വരുന്ന ദൈവമേ, വരണം വരണം. ഇന്നാ ഇത് പിടിക്കും. താങ്ക് യു താങ്ക് യു. കേറി കേറി കേറി. കേറാനാ? വേഗം വേഗം. 500 രൂപയ്ക്ക് ചില്ലറ തരാനാ പറഞ്ഞത്. അപ്പൊ നീ കേറാൻ വന്നതല്ലേ? ഞാൻ എന്തിനാ കേറാൻ വരുന്നത്? വാടാ ഇടയിടെ ഒന്ന് സഹായിക്കണം. ചില്ലറ ഇല്ലെങ്കിൽ വേണ്ട, എന്റെ കാശ് താ. കാശ് താ. ആ പൊമ്പളുടെ കൂടെ വിടറോ, എനിക്ക് വേറെ പണിയാണോ? വിടറോ. പെണ്ണിന്റെ കൂടെയാടാ. ഒരു സീറ്റാണ് നിനക്ക് പോയി ഇരിക്കാൻ. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആടാ. ആ കൊച്ചിന്റെ കൂട്ടത്തിൽ തന്നെയാ. പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പേടിയാടാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പോയിരുന്നോ? ഇരിക്കുവോ? ചേട്ടന് വേണ്ടി പോയിരുന്നോ? എനിക്ക് വേണ്ടി വേറെ ആളെ കുഴപ്പമില്ല. നോക്കണ്ട. മാറ്. എന്റെ മുത്തുക്കിളി, ഞാൻ വരുന്നില്ല. അതുവഴി അല്ലടേ, ഇതുവഴി. കേറാൻ പറഞ്ഞപ്പോ ബെൽറ്റിന്റെ അടി കൂടിയാണ് കയറുന്നത്. ഇതുവഴി പടിയില്ലേ, പടി വഴിയല്ലേ കയറേണ്ടത്. ഇത് ഉത്സവം തുടങ്ങിയപ്പോ തന്നെ ഉത്സവം നിർത്താനുള്ള പരിപാടി. ഞാൻ പടിയാ കൂടി കയറി. ഡേ ഒന്ന് പെട്ടെന്ന് കയറാവേ. ദേ വന്നടി പൊന്നേ. എടാ കേറാ. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ആ പ്രശ്നമുള്ളവരാരും അതിൽ കയറരുതെന്ന്. അത് ശരി. ഈ പ്രശ്നമുള്ളവർക്ക് കയറാൻ പറ്റില്ലെങ്കിൽ വല്ല കാക്കേനെ പൂച്ചനെ ഇതിനകത്ത് പിടിച്ച് കയറ്റേണ്ടി വരും. അതിൽ എഴുതാത്തവരുടെ അതല്ല അത്. പേടിയുള്ളവരാരും അത് കയറരുതെന്ന്. ഇത്ര ഒച്ചയെ പറയാതാ മൊത്തത്തിൽ ഇറങ്ങിപ്പോവും. ഇതൊരു മണ്ടനാണിത്. അതെ, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന് ക്രൗഡിൽ ചുറ്റിയാ എന്റെ തല ചുറ്റും. എനിക്ക് നേരെ പോണം. നേരെ പോയോ ശ്മശാനത്തിലെത്തും. പോണോ? ഈ പോക്ക് പോയാൽ ഇത് മിക്കവാറും അവിടെ തന്നെ എത്തും. എന്താടോ? സോറി സോറി സോറി, ഒരു പുതിയ ട്രാവൽ. പാണ്ടി, നിന്റെ കമ്പാർട്ട്മെന്റ് സൂപ്പർ. ഇതൊന്ന് ശരിയാക്കി എടുക്കണം. അസോസിയേഷന്റെ ശ്രദ്ധയ്ക്ക്. ഇത് കറങ്ങി തുടങ്ങുമ്പോൾ തട്ടാനും മുട്ടാനും സാധ്യതയുണ്ട്. എല്ലാവരും അടങ്ങിയിരിക്കണം. ഇതെന്റെ ചോറാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സ് നല്ല മനസ്സാണ്, നല്ല ശുദ്ധ മനസ്സാണ്. ഒരു കുഴപ്പമില്ല. എന്താ സുന്ദരിയുടെ അഭിപ്രായം? മിണ്ടാതിരിയടോ. മിണ്ടായിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും മിണ്ടിപ്പെടുന്നൊക്കെ ഇരിക്കണ്ടേ? എന്താടോ വായി നോക്കിക്കുന്ന സാധനം ഓണാക്കടോ? ഓ നീ മിണ്ടാതിരി. ഹലോ, എല്ലാരും ഒന്ന് നോക്കിക്കേ. ഇത് 5 പവന്റെ മാലയാണ്. ഇത് ഞാൻ ഇപ്പൊ താഴത്തേക്ക് ഇടും. ഇത് ആരെടുക്കുന്നോ അവർക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുക്കും. അഞ്ച് പവന്റെ മാലയല്ലേ നിസ്സാര കാര്യം. ഇപ്പോഴത്തരം. അയ്യോ, എന്റെ കയ്യിരുന്ന പൈസ പോയി. നിർത്തണം നിർത്തണം, എന്റെ പൈസ എടുക്കണം. നിർത്താൻ. വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പ്. പാണ്ടി, ഇട എന്റെ പൈസ എടുക്കണം. അവിടെ മാല പിന്നെ എടുക്കാം. പിന്നെ പറഞ്ഞാൽ കേൾക്കല്ലോ. വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പ്. പാണ്ടി, എട എന്ത് ചെയ്യും? എടുത്തോ എന്റെ പൈസ. ഓ മാല പിടിക്കാൻ പോകും. മാല എടുക്കാം. ഓ മാല എടുക്കാം. മച്ചാ, നീ ഇതിനു മുമ്പ് വെറും പാണ്ടിയായിരുന്നു. ഇപ്പൊ നീ ചെയ്യും പാണ്ടിയായി. ഏതായാലും കിട്ടുന്ന എല്ലാം മേടിച്ചെടുത്തോ. നമുക്ക് ഈ പാവക്കച്ചവടമൊക്കെ നിർത്തി നമുക്ക് നന്നായിട്ട് ജീവിക്കണം. ആ, എല്ലാരും കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും. ആ, ചോദിക്ക്. എന്താ? ഹലോ, ഇങ്ങോട്ട് വാ. അടുത്തോട്ട് വരാൻ. അടുത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഡേ അവളെ വിളിച്ചൊന്ന് പോടാ. ഞാൻ വിചാരിച്ചു എന്നോട് ചോദിക്കും. ഇങ്ങോട്ട് അടുത്ത് വാ. എടാ, നാട്ടുകാർ നിൽക്കണം. ഈ നാട്ടുകാർ മുമ്പിച്ച് നീ എന്ത് ചെയ്യാൻ പോയാണ്? ആൾക്കാർ പിടിച്ച് ഇടിച്ച് കൂട്ടും നമ്മൾ. അടുത്ത് വാ. അവിടെ വരുന്നു. എടാ, നാട്ടുകാർ നോക്കി നിൽക്കണം. എടാ പറയുന്നത് ബ്ലോക്ക്. ആ, എല്ലാരും പോ. കടന്നു പോ. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് പൊക്കോ. ഇതിന്റെ ഭംഗി അത് നിന്റെ കഴുത്തെ കിടക്കുമ്പോഴാ. മുത്തൂറ്റിക്കൊണ്ട് ഇത് വെച്ചാ ഇതിലും ഭംഗിയായിരിക്കും. അവളൊക്കെ നിനക്ക് വേണം. എന്നെയും പരിഗണിക്കാം. ഞാനിവിടെ ഉണ്ട് കേട്ടോ. എന്തോ പോലെ എനിക്കും ആഗ്രഹമുണ്ടാ. വളരെ ഭംഗിയാർന്ന രീതിയിൽ പരിപാടി അവതരിപ്പിച്ച ജഗന്നാഥ കലാപീഠത്തിന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. അതിനൊണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. എടാ, നിന്റെ കടയിലെ പാർട്ണർ ഞാനും കൂടിയാണ്. 20 പാവയുടെ 10 പാവ എന്റെ സ്വന്തമാണ്. അവിടെ 10 മാനുണ്ടെങ്കിൽ 5 മാന എന്റെ സ്വന്തമാണ്. കയറ്റുമതിയുടെ ഇറക്കുമതി ഇൻകം ടാക്സ് ഇറക്കുന്നത് ഞാനാണ്. അതൊക്കെ അറിയാം, പക്ഷെ കൈ കാശില്ല.
കാശൊക്കെ നിന്റെ ഇരുണ്ട് ഞാൻ തന്നെ എടുത്തോളാം. എടുത്തോ. നിക്കടാ. കൊടുക്കുമ്പോ എന്തെങ്കിലും കൂടുതൽ കൊടുക്കണ്ടടാ. കളിക്കാൻ പോയി. ഡേ പെണ്ണ് ഞാനല്ലടേ, ഇവിടെയാണ്. ഓ എന്തോ ഇത് വിസിറ്റിംഗ് കാർഡാ. എടാ പോടെ പോടെ കിളവൻ പോ. കിളവൻ്റെ ഒരു പൂതി. ഡേ ഞാൻ എല്ലാവരോടും കൂടി പറയണേ, ഇവിടെ ഹിപ്പ് ഡാൻസ് കണ്ടിട്ട് ഞാൻ ഇവക്ക് 400 രൂപ കൊടുക്കാൻ പോയണം. 400 രൂപ 400 രൂപ 400 രൂപ 400 രൂപ. എന്നാ ഇത്? 400 രൂപ എന്ന് പറഞ്ഞിട്ട് 100 രൂപ അല്ലല്ലോടാ. ഏയ് ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ വിചാരിക്കണത്? ഞാൻ 100 തരാമെന്നാ പറഞ്ഞത്. നിനക്കൊക്കെ 100 രൂപ തന്നെ കൂടുതലാണ്, മനസ്സിലായ? എടാ കൈ വിടറ, ഞാൻ തന്നെ കൊടുത്തോളാം. ഒന്ന് നിർത്തടാ, രണ്ടുപേരും കൂടെ തല്ലു പിടിക്കാൻ എന്നടാ ചന്തയോ? ഒന്നെങ്കിൽ നീ പൈസതാ, അല്ലെങ്കിൽ അവനോട് തരാൻ പറ. അതേടാ, അടുത്ത ആള് വരുമ്പോ മുമ്പ് ഞാൻ തന്നെ കൊടുത്തേ. നീ എന്ത് കൊടുക്കുമെന്നാ നീ പറയണത്? എടാ നീ ഒന്നാമത് പൊക്കക്കുറവാണ്, നീ ഇത് എവിടെ കൊണ്ടുപോയി കുത്തു. നീ പോ. സോറി ചേച്ചി, ഫൈനാൻസ് പ്രോബ്ലം ഉണ്ട്. ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ, ഇനി എന്തിട്ട് ക്ലിപ്പ് കാണിക്കണേ. ശരി ഇനി നമ്മുടെ ഡാൻസ് അപ്പുറത്ത് ബൊമ്മക്കട. അങ്ങോട്ട് വാ. എന്റെ ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പാവ വിൽക്കാൻ വന്ന പാണ്ടി എനിക്ക് 2000 രൂപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പാണ്ഡ്യന്റെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴാണ് അവക്ക് കൊണ്ടുപോയി കാശ് കുത്തിയത്? ഡേയ് ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നു, ഞാൻ എപ്പോഴാ കൊടുത്തത്? പിന്നെ അവക്ക് എങ്ങനെ വിളിച്ചു പറയാൻ വട്ടാണ്? അതെനിക്കറിയത്തില്ല, വാ നമുക്ക് പോയി ചോദിക്കാം. ഡേയ് ഞാൻ എപ്പോഴാ കാശ് തന്നെ? എന്തിനാ എന്റെ പേരെടുത്ത് പറയുന്നത്? ഡോ എനിക്ക് തന്നെ ഒന്നും അറിയില്ല. ദേ ആ നീല കളർ ധാവണി ഇട്ട ആ പെണ്ണില്ലേ, അതാ എനിക്ക് പൈസ തന്നിട്ട് ഇതൊക്കെ പറയാൻ പറഞ്ഞത്. ഏയ് നീ എന്തിനാ ഇങ്ങനെ ചെയ്ത്? എന്ത് ചെയ്തെന്നാ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഇടുന്നു വന്നു. നിനക്ക് കുടുംബമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായി. എടേ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ? ഞാൻ അറിയാതെ എപ്പോ പോയി കല്യാണം കഴിച്ചതാ? എടാ ഞാൻ അതെന്താ പോട്ടെ, പെണ്ണാരടെ? ഡേയ് ഞാൻ തന്നെയാ. വട്ടാണോ നിനക്ക്? ഡേയ് ഞങ്ങളൊക്കെ ഉത്സവത്തിന് പാവ വയ്ക്കാൻ വരുന്നവര്, നിങ്ങൾ ഉത്സവം തന്നെ നടത്തണവരാ. നമ്മള് തമ്മില് ശരിയാവൂല. ബൈ. വാടാ. എന്താടി ഇത്? നീ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവരൊരു കൂസയില്ലാതെ പോകുന്നുണ്ടോ? എവിടെ പോവാൻ? ഞാനിവിടെ ഉള്ളപ്പോ. നിനക്ക് തലക്ക് വല്ല വട്ടുണ്ടോ? ഞാൻ എന്തിനാ അവരെ തല്ലിയെന്ന് അവനോട് ചോദിക്കും. എന്തിനാണോ പുള്ളി നിന്നെ തല്ലിയത്? പൊരി വേണോന്ന് പറഞ്ഞാ കൊടുത്താ നീ കഴിച്ചാ നീ അത് അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെന്തിനാണോ നീ അവനെ പിടിച്ച് തല്ലിയത്? അവനോട് ചോദിക്കണേ എന്താണെന്ന്. പിന്നെന്തിനാണോ നീ അവനെ പിടിച്ച് തല്ലിയത്? കാശ് വേണോന്ന് പറഞ്ഞാ നിനക്ക് ബോധമില്ലേ? പൊരി മേടിച്ച് അണ്ണാക്കിലിട്ട് ചവച്ച് തിന്നല്ല, അവൻ തിന്ന പൊരിക്കാണ് അവൻ കാശ് ചോദിക്കുന്നത്. നിനക്ക് മാനമുണ്ടാ? കാശ് ചോദിച്ച തെറ്റൊന്നുമില്ല. എനിക്ക് മാനമുണ്ട്, മര്യാദയുണ്ട്. കാശ് ചോദിച്ചിട്ട് തെറ്റൊന്നുമില്ല. അവൻ എന്ത് മര്യാദ കട എന്റെ അടുത്ത് പറഞ്ഞത് ചോദിച്ചു നോക്ക്. എന്താണോ പറഞ്ഞത്? പൊരിക്ക് പിന്നെ എന്നെ ചീത്ത പറയാൻ മാത്രമല്ല. ഇവന്റെ അണ്ണാക്കി പൊരി കുത്തിക്കറ്റി ഞാൻ ഇന്ന് കൊല്ലും. അവനെ കൊല്ലാതെ വിടറ. അപ്പൊ ഇത് തന്നെയാണ് പ്രശ്നം. പിന്നെ ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം? ഇപ്പൊ ഈ വെണ്ടക്ക വാങ്ങിച്ച വെണ്ടക്കയുടെ കാശ് തരാൻ പറയും, മനസ്സിലായോ? ഇപ്പൊ അലുവ വാങ്ങിച്ച അലുവയുടെ കാശ് തരാൻ പറയും. ഇപ്പൊ നീ മിക്സർ വാങ്ങിച്ച മിക്സറിന്റെ കാശ് തരാൻ പറയും. ഇപ്പൊ ഈ പൊരി, അപ്പൊ നീ പൊരി വാങ്ങിച്ച പൊരിക്ക് കാശ് താ എന്നല്ലേ പറയണത്? അങ്ങനെ എന്നോട് ചോദിക്കാതെ തലതല്ലി ഞാൻ പൊളിക്കും. ആഹാ നീ തുറിച്ചു നോക്കണം, അതിന്റെ പൊരി കൊണ്ട് തലതലമട്ട ഞാൻ തല്ലി പൊളിക്കും. എന്നെ കളിയൊക്കെ ഞാൻ ഇതിന്റെ അപ്പുറം ഞാൻ ചെയ്യും. നീ ആരുടെ കൗൺസിലറാ ഇതിന്റെ ഇടയിൽ വന്ന് കയറാൻ? എന്നിട്ടാ നീ നോക്കണത്? ഇതിന്റെ കണ്ണു കുത്തി പിടിക്കും ഞാൻ. ഇവ സമ്മതിക്കാനോ നാട്ടിൽ കണ്ടു പോകും. ഒരു ഉപദേശകൻ വന്നിരിക്കണം, അതും കളി എന്നോട്. എന്താ നോക്കുന്നേ? നീ വേണം ഞങ്ങളുടെ കാര്യം സെറ്റാക്ക. എടി ഞാൻ അവന്റെ കൂട്ടുകാരനാ, മാമാപ്പടി ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. നീ വേണം എല്ലാം സെറ്റാക്കി തരാൻ. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. അപ്പൊ നിന്റെ പാന്റ് ഷർട്ടും ഇതാ. എന്തിരി സൂക്ഷിച്ചു വെക്കാനാ? കൊള്ളാം. അയ്യേ കത്തിച്ച് കളയാനാ. കത്തിച്ച് കളയാനാ? ഇത് സാധാരണ ഡ്രസ്സൊന്നുമല്ല, ദുബായിന്ന് മേടിച്ചതാ. ദുബായിന്ന്. ഇത് ബ്രാൻഡഡ് സാധനം. 300 rupees. 450. 300 രൂപ. 2000 രൂപ. 2 പാട്ടിയും 2 പുതിയ ഷർട്ടും എടുത്താലും പിന്നെയും കള്ളു കുടിക്കാനുള്ള പൈസ മിച്ചോടല്ല. ഇങ്ങോട്ട് തന്നേരി. ഷർട്ടൊക്കെ ഞാൻ മേടിച്ചോളാം. ഇപ്പൊ ഒരു തരം വെയിറ്റ്. അപ്പുറത്തെങ്ങനെ പോയി മാറ്.
ആൾക്കാർ അതൊന്നും പേടിക്കണ്ട, നമ്മളെയൊക്കെ ഉള്ളൊക്കെ ഫുൾ പാക്കഡാ. പതുക്കെ തിരിഞ്ഞു, ചുമ്മാതമല്ലേ. ശരി. ഇതിപ്പോ എന്റെ കാശാ. 2000 രൂപ നീ തന്നെ എടുത്തിട്ട് പോയേക്കാണ്. ഡേയ്, നേരത്തെ വന്ന് കിടന്നു നീ. ഒരുമിച്ച് അടിക്കാന്ന് പറഞ്ഞല്ലോടാ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു നിനക്ക്. അത് വീട്, ഞാൻ ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. എന്തിനാണ് അവള് വന്നിട്ട് ഞാനാണ് അവളുടെ ഭർത്താവ്, അവളെൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞത്? ഞാൻ പറയണമെന്ന് കേക്കടേ. ഒന്നും മനസ്സിലാണല്ലോ, എല്ലാം രണ്ടായിട്ട് തോന്നുന്നു. പക്ഷെ ഒന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ചോദിച്ചോടാ. നീ എന്നാ സ്വപ്നം കാണിയാ? അയ്യോ ഇവളാ. നീ എന്തോ പറയാൻ വന്നില്ലേ? പറ പറ, ഇപ്പൊ നീ എന്തോ പറയാൻ വന്നില്ലേ? പറ, ആദ്യം ഒന്ന് പറയടാ. നീ എന്തിനാണ് ഇപ്പൊ വന്നേ? നിനക്ക് 2000 തന്നു വിട്ടതല്ലേ? അവള് പണി തരാൻ തന്നു. നീ എഴുന്നേറ്റേ, ആദ്യം നീ പുറത്തു നോക്ക്. ആരെങ്കിലും കണ്ട എന്താ ഞാൻ പറയണേ? എനിക്കതൊന്നും പ്രശ്നമല്ല. നീ ഇപ്പൊ എന്തോ പറയാൻ വന്നില്ലേ? അത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ ആദ്യം വെളിയിൽ പോ. ഞാൻ പോവില്ല. പോ. അത് ശരി കള്ളി, ഇതിനു വേണ്ടിയാണ് നീ എന്റെ ഷർട്ടും പാൻറ്റും അങ്ങോട്ട് നോക്കിയാ. അകത്ത് വേറെ പ്രശ്നമൊന്നും. എങ്ങനെയാണ് അവള് നിന്റെ ഡ്രസ് ഇട്ടത്? അതിന് 2000 രൂപ അവൾ എനിക്ക് തന്നു. ഞാൻ എന്റെ പാൻറ് ഷർട്ട് ഊരി അവക്ക് കൊടുത്തു. അതൊക്കെ കള്ളു കുടിച്ചായില്ലോ. ഇതിപ്പോ എല്ലാരും കണ്ടില്ലേ? നാളെ അവളുടെ അച്ഛനറിഞ്ഞ പ്രശ്നം അവിടെ. എടാ, പാവയെല്ലാം മര്യാദക്ക് കയറ്റി കറക്റ്റായിട്ട് വിട്ടിട്ടില്ല. പാക്ക് ചെയ്ത് അയച്ച്. ആ കണ്ണാടിക്കാരൻ സോമനുണ്ടല്ലോ, അവനാണ് പോകുന്നത്. അവനെല്ലാം അവിടെ കൃത്യമായിട്ട് എത്തിച്ചു. അവനെ നമുക്ക് നല്ല വിശ്വാസം. എല്ലാം കറക്റ്റായിട്ട് എത്തിയാൽ മതി. അതൊക്കെ വരുവാടാ. എന്താടാ? എന്തൊരവസ്ഥയാടാ ഇത്. നമ്മൾ ചെയ്ത് വളരെ തെറ്റായി പോയടാ. ഞാൻ കാരണം അവിടെ ജീവൻ പോയടാ. എന്താ മോനെ, നിങ്ങൾക്ക് ഈ പെണ്ണിനെ അറിയാവോ? അറിയാൻ ചേച്ചി. നല്ല പെണ്ണായിരുന്നു. ജന്മത്തിൽ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം രാത്രി ചിറ്റമ്മയായിട്ട് വഴക്കിട്ട് പാവയ്ക്കാൻ വന്ന ചെറുക്കനുമായിട്ട് ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് അവളുടെ അച്ഛൻ അവള് മരിച്ചെന്നും പറഞ്ഞ് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചു. ഒരേ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ, അവളുടെ വിധി. കുറച്ച് സമയം കൊണ്ട് അവള് മരിച്ചെന്നറിഞ്ഞപ്പോ എന്റെ ജീവൻ പോയടാ. എടാ പാണ്ടി, നമ്മൾ ഈ നാട് മൊത്തം പാവ വിൽക്കുകയാണെന്ന് അവർക്കറിയാം. മിക്കവാറും എല്ലാ ഉത്സവത്തിനും നമ്മളെ ഇടാൻ സാധ്യത. നാളെ പെരുമ്പാവൂരാണ് ഉത്സവം. ചിലപ്പോൾ അവൾ അങ്ങോട്ട് പോയാലോ? അപ്പോൾ നമുക്കും പോകും. പ്രിയ ഭക്തജനങ്ങളുടെ ശ്രദ്ധിക്കുക. പാലഭിഷേകത്തിന് വന്നിട്ടുള്ളവർ പാൽക്കുടവുമായിട്ട് വരേണ്ടതാണ്. പാൽക്കുടം വെച്ചിട്ട് പോകുമ്പോൾ അതേ അടയാളം സൂക്ഷിച്ച പാൽക്കുടം തിരികെ എടുത്തോണ്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ കാവടി എടുക്കേണ്ട ഭക്തജനങ്ങൾ അവരുടെ കാവടിയുമായി എത്രയും പെട്ടെന്ന് ദേവിയുടെ കിഴക്കേ നടയിൽ എത്തേണ്ടതാണ്. കാവടിക്ക് ആവശ്യമായ നടപ്പാത ഒരുക്കിയിരിക്കുന്നു. എന്താ മോളെ? എന്റെ പേര് നദിയാന്നാണ്. ഞാൻ തൃപ്പൂണിത്തറയിൽ വരിക. ഞാൻ പാവ വയ്ക്കുന്ന പാണ്ഡ്യയെ നോക്കി വന്നാ. അവര് മാന്റെയൊക്കെ പാവ വയ്ക്കും. അവരെവിടെയാന്നറിയാനൊന്ന് അനൗൺസ്മെന്റ് ചെയ്യും. ഭക്തജനങ്ങൾക്ക് വീട്ടിൽ അറിയിപ്പുണ്ട്.
തൃപ്പൂണിത്തുറയിൽ നിന്നും നദിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാവു വയ്ക്കുന്ന പാട്ടിയെ തിരക്കി ഇവിടെ നമ്മുടെ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പാട്ടിയൻ ഈ ഭക്തജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസ് വരെ എത്തുക. മോളെ കരയാ മോളെ, എന്തിനാ കരയുന്ന? നല്ല ദിവസമായിട്ട് കരയാ മോളെ. മോക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഞാൻ അനൗൺസ് ചെയ്യാം. പാവയ്ക്കുന്ന പാണ്ഡ്യയെ തേടി സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി നമ്മുടെ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പാണ്ഡ്യ ഈ ഭക്തജനങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഈ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേരുക. ഏയ്, നിങ്ങൾക്ക് ആരാടാ ചിപ്സ് തൂക്കിയാ വന്ന് കേട്ട? ചിപ്സ് തൂക്കുന്നവൻ ഇവിടെ വേറെ കാര്യം അല്ലേട്ടാ. സുന്ദരിയായിട്ടൊരു കൊച്ചുകൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ കാണാമെന്നേട്ടാ. ഡേയ്, അനാവശ്യമായിട്ട് അർജുനെ ഭിത്തിക്കറി പോവാം. അവിടെ താനാരാ? എന്റെ കാമുകിയുടെ പേര് നദിയെന്നാണ്. ജസ്റ്റ് മിസ്സായി. നന്നായി മിസ്സായതില്ലെങ്കിൽ അവക്കടാരും പോയേനെ. അത് പോടാപ്പാ. മോളെ, ഞാനിപ്പോ നിനക്ക് വേണ്ടി 2 പ്രാവശ്യം അനൗൺസ്മെന്റ് ചെയ്തു. നീ പ്രതീക്ഷിക്കുന്ന ആളല്ലാതെ വേറെ ആൾക്കാരൊക്കെ അവന്നെ. പിന്നെ രാവിലെ വരാത്തവരും വൈകിട്ട് വരുന്നവരും ഉണ്ട്. നമ്മുടെ ഈ അമ്പലത്തിൽ പ്രതീക്ഷ വളരെ ശക്തിയുള്ളതാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എന്തും സാധിച്ചു കിട്ടും. പോയിട്ട് വൈകിട്ട് വാ. ഉണ്ടപ്പാ, നിന്നെ നോക്കി എത്ര നേരം നിൽക്കുന്നത്? എപ്പോ നോക്കിയാലും കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കും. ഇടയൊക്കെ നീ ഇങ്ങനെ നയിച്ചിട്ട് കാര്യമില്ല. ഈ നാട്ടിലാർക്കും കുടിക്കാൻ തന്നെയില്ല. പിന്നെ നിനക്ക് ഇവിടെ എന്തുകൂടെ ഇത് അനൗൺസ് ചെയ്യാനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. സാറിന് എപ്പോഴല്ലേ ചോദിക്കും. ഹലോ ഹലോ, കുപ്പിയുടെ അടപ്പൊന്ന് കഴിച്ച് കുറെ നേരമായിട്ട് നോക്കി നടക്കുന്നില്ല. നോക്കണേ. എടാ, ഇത് ബോട്ടിലല്ല, മൈക്കാണ്. ഇതടിച്ച നല്ല കിക്ക് കിട്ടും ബ്രോ. ഇവനേതോ മുട്ടങ്ങളിലൂടിനാട്ടാ. അപ്പുറത്തല്ലേ ഹലോ, ഒരു അനൗൺസ്മെന്റ് ചെയ്യണം. എന്നതാ അക്കൗണ്ട്സാ? പറയണ്ടേ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവനെന്തോ അലമ്പ് കുടികാരനാന്ന് തോന്നുന്നു. നമ്മൾ പറയുന്നതൊക്കെ തിരിച്ചാണല്ലോ ഇവൻ സീനില്ല മച്ചാനെ. ഇവന്റെ ട്രാക്ക് ഏതാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാനിപ്പോ ഇവനോടൊന്ന് സംസാരിച്ചു നോക്കാം. ചേട്ടാ, ഞങ്ങൾക്കറിയാവുന്ന ഒരു ചെറുക്ക മിസ്സായിട്ട്. അതെ ചേട്ടാ, അവളുടെ പേര് പേര് നിത്യ. അത് തന്നെ, അത് അങ്ങനെ വായി വെച്ച ശ്വാസം മുട്ടി ചത്തുപോകും. മൈക്ക് എന്റെ കയ്യിലാടാ. എന്തൊരു കുടിയലാടാ ഇത്. ഇപ്പൊ മൈക്ക് നേരെ വെച്ചിരിക്കുകയാണ്. നീ അലറി വിളിക്കണ്ട. ഇതാണ് ഞങ്ങൾ ഞാൻ ഫോട്ടോ ഈ കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്ക്. ആഹാ, പിന്നെ കാണാൻ നല്ല രസമുണ്ടല്ല. എന്താ ഇവന്റെ വാഗടന്റെ വൈബ്രേറ്റ് അടിക്കുമ്പോഴടിക്കുന്നു. ഈ ഫോട്ടോ നോക്കിട്ട് ആരും നോക്കിയാലേ ആ പെണ്ണിനെ പോലെ തന്നെ ഇരിക്കണല്ലോ. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അടിച്ച് തിരക്കല്ല കെട്ടായിരുന്നു തോന്നാണ്. എന്താണ് കണ്ടത്? സ്വപ്നമാണ്. നീ അവിടെ ഫോട്ടോ നോക്കി ആസ്വദിക്കണോ? മന്ദബുദ്ധി, ഇറങ്ങി പോടാ അവിടുന്ന്. എന്നോട് പോകാൻ പറയുന്നു. പിന്നെ ആരാടാ? എന്നോട് പോകാൻ പറയാ. നീ ആരാടാ? ദൈവമേ, ദൈവമേ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാനും പറ്റുന്നില്ല. ഭൂമി മൊത്തത്തിൽ പൊളിഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ പാവക്കടയൊക്കെ ഉണ്ടാവൂലോ. എന്തുവാ, ബസ്സാണോ? ബസ്സൊന്നും ഉത്സവപ്പറമ്പിലേക്ക് വരത്തില്ല മോളെ. അതൊക്കെ അങ്ങ് സ്റ്റാൻഡിലല്ലേ. ഈ മാറ്റി പാവയ്ക്ക് വിൽക്കില്ലേ, അതെവിടെയാന്ന്? ഓ, കാളവണ്ടിയാ. ഓ, ഇപ്പഴത്തെ ഉത്സവത്തിനൊക്കെ എവിടെ പോലെ കാളവണ്ടി? അതൊക്കെ പഴയ കാലത്തല്ലേ. എന്റെ പൊന്നിയേട്ടാ, ഈ പാവകളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അതെവിടെയാന്ന് ചോദിച്ചേ. എന്താണോ ഈ കൊച്ചു പറയുന്നത്? ഒരു പിടി കിട്ടുന്നില്ലേ? എന്തൊക്കെയോ എന്തിനാ മോളെ പൊട്ടനടിക്ക് പുറത്താൻ പറയുന്നത്? മോളുടെ ആളെ ഇതുവരെ കിട്ടിയില്ലേ? ഇന്നത്തോടെ ഇവിടുത്തെ ഉത്സവം കഴിയും. നാളെ ഇനി തൊറൂർ അമ്പലത്തിലാണ് ഉത്സവം. അത് ഭയങ്കര വലിയ ഉത്സവമാണ്. അവിടെ എല്ലാ നാട്ടിലെ ആൾക്കാരും വരും. മോൾ അവിടെ പോയി നോക്ക്. ചിലപ്പോ അവിടെ വെച്ച് കാണാൻ പറ്റിയാലോ. ചേട്ടാ, അതെവിടെയായിട്ടാ? തുറവൂർ മഹാദേവ ക്ഷേത്രം. അയ്യോ, ജാതിപ്പോര് കാരണം ഞങ്ങളുടെ ഉത്സവം നശിപ്പിച്ചേ.
ഏയ് സുന്ദരിയായിട്ടൊരു കൊച്ചോട് ബോധം കെട്ടിയെടുക്കുമ്പോ നോക്കി നീ ചിരിക്കുന്നോടാ. പോയി ഒരു സോഡ മേടിച്ചിട്ടോടാ. പൈസ ഇല്ലണ്ടോ? പോയിട്ട് എന്റെ പേര് പറഞ്ഞ പോരടാ. ആച്ചാന്റെ പേര് പറഞ്ഞാലും ചിലപ്പോ ഞങ്ങളോട് വെറുതെ നിന്ന് സമയം കളയാതെ പോയി സാധനം മേടിച്ചിട്ട് വേടേ. എന്റെ ദൈവമേ, ഈ പാവം കൊച്ചിന്റെ എന്ത് പറ്റിയതാണാവോ. എന്താ ചെയ്യാ? എവിടെടാ ഇതിന്റെ അടപ്പ്? ഞാൻ തന്നെ ഓപ്പൺ ചെയ്തന്നെ. എടാ ഞാനല്ലേ അത് ഓപ്പൺ ചെയ്തിട്ട് നീയാണ് ഓപ്പൺ ചെയ്തിട്ട് നീ എന്ത് പണിയാ കാണിച്ചത്? എന്താണ് കയ്യിലിട്ട് ഒഴിക്കുന്നത്? മോളെ മോളെ ആരാ നിങ്ങളൊക്കെ? മേയർ. അതൊക്കെ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേരും അങ്ങനെ തന്നെ, മേയർ മായൻകുട്ടി. ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ട് കരയൂല. അതുപോലെ തന്നെ എന്റെ മുന്നിൽ വരുന്നവന് കരഞ്ഞ സമ്മതിക്കില്ല. അതാണ് മേയർ രാമൻകുട്ടി. അങ്ങനെയല്ലേ വേണ്ടത്. അതൊക്കെ പോട്ടെ, മോളുടെ പേരെന്തുട്ടാ? എന്റെ പേര് നദിയ. ഉത്സവം കാണാൻ വന്നതാ. അടിപൊളി പേര്. നല്ല നദിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു പേര്. മുനിസിപ്പാലിറ്റി വിളിക്കുന്നുണ്ട്. എടേ ഞാനൊന്നും ചെയ്തില്ലടേ, ഞാനൊരു സോഡ ഒഴിച്ചോളൂ. എന്റെ മേരെ മേരില്ലാതെ മുനിസിപ്പാലിറ്റി എന്ത് ചർച്ച? ഞാൻ തന്നെയാണ് മേയർ. ഞാൻ ചിലത് പരിപാടി നടക്കില്ല. ഞാനൊന്നും ചെല്ലേ പഞ്ചായത്ത് ഒരു പൊടി പോരെ. ഓക്കെ. എല്ലാരും നിർത്താ. ഉത്സവം നടക്കത്തില്ല. ഈ നാട്ടില് ജാതി പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ തല്ലുപിടുത്തോണം. മര്യാദ നടന്നുകൊണ്ടിരുന്ന ഉത്സവം. ഭഗവതിക്ക് നെറ്റിയിൽ കുങ്കുമം ചാർത്തുവോ അതോ നിങ്ങളെല്ലാരും കൂടെ തല്ലുപിടിച്ചിട്ടുണ്ടെന്ന് രക്തം എടുത്ത് ചാർത്തുവോ? അതിനൊരു തീരുമാനമാവാതെ ഈ വർഷം ഇനി ഉത്സവം നടക്കില്ല. അതാണ് മേയർ രാമൻകുട്ടിയുടെ തീരുമാനം. പ്രസിഡന്റ് വിചാരിച്ചാലോ ഉത്സവം നടക്കാൻ തോന്നുന്നേ. പ്രസിഡന്റെ ഒരു മിനിറ്റ്. നദിയ, നീ എന്താ ഇവിടെ? എന്തോ പറയാൻ മതില്ല. എന്താ വിചാരിച്ച ഒരു തുള്ളി രക്തം വീഴാതെ നമുക്ക് ഉത്സവം നടത്താൻ പറ്റും. അപ്പൊ എന്നെ കണ്ടിട്ടാണോ വിശ്വാസം പോകുന്നത്? ചേട്ടന്റെ മൂക്ക് കണ്ടിട്ടാ. കണ്ണിൽ നോക്കി വിശ്വാസം വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് മൂക്കിൽ നോക്കിയിട്ട് എങ്ങനെ വിശ്വാസം വരുന്നത്? അതെങ്ങനെയല്ലേ വരട്ടെ, കാര്യം പറയൂ. മേയറെ, ഞങ്ങളുടെ നാട് നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കരുത്. മൂക്ക് നിന്റെ മുഖത്ത് രക്തമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇടിച്ചനെ. എന്നോട് മന്ദബുദ്ധികളെ നിങ്ങൾ കാരണം നിങ്ങൾ എല്ലാവരും അരമ്പട. എന്താണ് ഇത്? എല്ലാ പ്രശ്നക്കാരും നിങ്ങളാ. എടാ എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനല്ല മേയറെ എന്ന് പറഞ്ഞ് എന്നെ തിരുത്തന്റെ കടമ നിൽക്കില്ലടാ. വാഴ മൂടി നിൽക്കുന്നു മണ്ടന്മാര്. ഭഗവതിയുടെ രൂപത്തിൽ ഈ കൊച്ചനെ മുന്നിൽ വന്നിട്ട് എന്റെ മൂക്ക് നോക്കി അല്ല എന്റെ നാക്കുകൊണ്ട് തീരുമാനം മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞാൻ പോലീസിനെ വിളിച്ചിട്ട് എല്ലാത്തിനും കാവൽ നിൽക്കാൻ പറയാൻ പോയാണ്. മനുഷ്യനാണോ വലുത് ദൈവമാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഉത്സവം നടക്കാൻ വേണ്ടി പോസ്റ്റർ ഒട്ടിക്കടാ. മേയർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോ എല്ലാ നാട്ടിലും അത് ഒട്ടിക്കോ? മൂക്ക് വേണ്ടി വന്ന പാകിസ്ഥാൻ ബോർഡിലേ ഞാൻ ഫോട്ടോ ഒട്ടിക്കണോ? എടാ എന്താണ് ഈ കാണുന്നത്? ഇനിയിപ്പോ ഇവിടുത്തെ ഉത്സവം നടക്കാനായിട്ട് എന്താ വഴി? നീ വാ. കറുപ്പ് സ്വാമി വന്നിരിക്കുന്നു. കറുപ്പ് സ്വാമി വന്നിരിക്കുന്ന സ്വാമി വന്ന് കാണാൻ സ്വാമി വന്നതിൽ വളരെ സന്തോഷം. ആരാണ് ഇവിടെ ഉത്സവം നടത്തണമെന്ന് പറഞ്ഞത്? സ്വാമി നീ നിൽക്കണവനാ അതിന് കാരണം. ഇവിടെ വേടാ ഈ സ്വാമി. ഇവരെന്ത് ശിക്ഷ വേണം കൊടുക്കും സ്വാമി. ഉത്സവം എന്ന് വെച്ചാൽ നീയൊക്കെ എന്താടാ കരുതിയിരിക്കുന്നത്? നീയൊക്കെ എന്താ വിചാരിച്ചത്? നിനക്കൊക്കെ തോന്നുമ്പോ മാറ്റാനും മറിക്കാനും ചന്തയാന്ന് വിചാരിച്ചോ? നിന്നൊക്കെ എന്താ ചെയ്യണമെന്നറിയാം. സ്വാമി അവനോട് ക്ഷമിക്കും സ്വാമി. സ്വാമി എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം സ്വാമി. സ്വാമിയുടെ തീരുമാനം എന്താ വെച്ചാൽ പറ സ്വാമി. തീരുമാനം പറ സ്വാമി. അവന്റെ മോന്തൊക്കെ പ്രശ്നം. കൊട്ടണമേളം നടത്താ ഉത്സവം. സ്വാമിയുടെ തീരുമാനം ഉത്സവം നടക്കട്ടെ. എല്ലാം കഴിഞ്ഞില്ല, പിന്നെ ഇനി എന്തിട്ടുണ്ട്? വെറുതെ ഓവറാക്കില്ല കേട്ടോ. ഈ ഒരു കാര്യം ചെയ്യ്. നീ പൊക്കോ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടുത്തെ കാര്യം നാരായണ സ്വാമി നിങ്ങൾ പറയൂ. ഞങ്ങൾ ഉത്സവം നടത്തിക്കൊള്ളാം സ്വാമി. പറയൂ സ്വാമി. അവന്റെ അനിയൻ മുത്തപ്പൻ, ഞാൻ അവന്റെ ചേട്ടൻ കാളിയപ്പൻ. വെൽക്കം ബ്രദർ. എന്താ ബ്രദർ 25 വർഷം വരെ വൈകിയത്? 6 വർഷത്തെ ഇടവേളക്ക് ശേഷം വരാൻ ഞാൻ ആരാടാ? ഇന്ദുചൂടനാ. കാളിയപ്പനടാ കാളിയപ്പൻ. കാളിയപ്പനോ? കാളിയപ്പ സ്വാമി
അനുഗ്രഹിക്കണം സ്വാമി. അനുഗ്രഹിക്കണ നിന്റെ ആനവായെന്ന് പുളിക്കാനവായെന്ന് പുളിക്ക് ഇതിരിക്കട്ടെ. തേങ്ങ കൊണ്ടുപോവാ നാളികേരാഭിഷേകം എന്നിരിക്കട്ടെ. നാളികേരാഭിഷേകം. ഓ തേങ്ങ പൊട്ടി അളവ് ശരിയല്ല. ദൈവം കോപിച്ച് ദൈവം. ഞാൻ തിരിച്ചു പോണു. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സ്വാമി കാളിയപ്പ സ്വാമി, എന്താടാ മോനെ? നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ശരി. മക്കളെല്ലാരും സ്നേഹത്തോടെ ഒരു പ്രസാദം തരും. അത് ആണാ? അതൊക്കെ എന്ത് ഈ മാലയാണാ? ഇതിനേക്കാളും വലുതാണ്, കുഴപ്പമില്ലല്ലോ. മക്കളടാ എന്നാ വേഗം താടാ. വായിൽ ചൂട് ഭസ്മം എറിഞ്ഞിട്ട് തലയിൽ തേങ്ങ കൊടുത്തല്ലഞ്ഞു. സാരി ഇവിടെയുണ്ട്. തപന്റെ ബാഹുബലിക്ക് ഉപയോഗിച്ച പോലത്തെ സാരി ഇവിടെയുണ്ട്. അനിഷ്ക ഉപയോഗിച്ച സാരി ഇവിടെയുണ്ട്. വരുവൻ നല്ല ഒപ്പിച്ച വിലക്കുറവിൽ മേടിക്കുവൻ. സിനിമാ നടിമാർ ഉപയോഗിച്ച സാരികൾ ഇതാ. തപ്പന്റെ ഉപയോഗിച്ച സാരി ഇവിടെയുണ്ട്. തപ്പന്റെ ബാഹുബലിക്ക് ഉപയോഗിച്ച എന്താ മോളെ ഇത് കുടിക്കേ. ചേട്ടനും ചേച്ചിയൊക്കെ വാ, കുട്ടികളും വാ. ഇവിടെ മാൻ പാവ കിട്ടും. മാനിങ്ങനെ ചാടുന്നെന്ന് അറിയാമോ? ഇവിടെ ആന പാവയെ കിട്ടും. ആന എങ്ങനെ അലർന്നെന്ന് അറിയാമോ? എല്ലാവരും ഓടി വാ. ഇവിടെ പലതരത്തിലുള്ള പാവം കിട്ടും. ഏതാന്ന് വെച്ചാൽ നോക്കി മേടിക്കാം. വാ വാ, എല്ലാവരും വാ. ഇവിടെ ഏത് വിധത്തിലുള്ള പാവയുണ്ട്. ആന എങ്ങനെ അലർന്നെന്ന് അറിയാമോ? വാ, എല്ലാവർക്കും മേടിക്കാം. കൊയില എങ്ങനെയാ കൊകുന്നതെന്ന് അറിയാമോ? ഇവിടെ ഏത് തരത്തിലുള്ള പാവയുണ്ട്. എല്ലാരും വാ. ഏത് തരത്തിലുള്ള പാവ കിട്ടും. നിങ്ങൾക്ക് തന്നെ നോക്കി മേടിക്കാം. വാ വാ, ചേട്ടന്മാരെ ചേച്ചിമാരെ വാ, എല്ലാവരും വാ. എന്തിനിങ്ങനെ ചെയ്തേ? പ്രായപൂർത്തിയായ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നാട് മുഴുവൻ ഇങ്ങനെ കറങ്ങിടക്കുന്നത് തെറ്റല്ലേ? വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വാടാ. നില്ലടാ, ഞാൻ തന്നെ വന്നതല്ല. നിന്നെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് വന്നതാ. ഇഷ്ടമല്ലാത്ത ഒരുത്തിന് ശരീരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടമുള്ള നിനക്ക് ജീവൻ തന്നെ നൽകുന്നതാ. ജീവൻ നിനക്ക് തന്നിട്ട് ശരീരം വേറൊരാൾക്ക് കൊടുക്കാൻ പറയാ? ഇപ്പൊ നമ്മുടെ അടുത്ത് 2 വഴിയുള്ളൂ. ഒന്ന്, നമുക്ക് ഒളിച്ചോടാം. ഇല്ലെങ്കിൽ നീ എന്റെ കഴുത്തിൽ താലി കെട്ടണം. എങ്ങോട്ടേ നോക്കുന്നേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇഷ്ടമല്ലാന്ന് എന്നോട് നാട്ടിൽ പോവാനോ എങ്ങാനും പറഞ്ഞ നിന്നെ കൊന്നിട്ട് ഞാനും പോയി ചാവും. എവിടെടാ പാവ വിൽക്കാൻ? നിനക്കത് മാത്രമേ പറ്റത്തുള്ളൂ. നാട് മുഴുവൻ നടന്ന് പാവ വിൽക്കണവനാണെന്ന് അറിഞ്ഞിട്ടും നാട് മുഴുവൻ തെരഞ്ഞ് നിന്നെ തേടി വന്നില്ലേ ഇവിടെ? ഇവരുടെ മനസ്സ് എന്താണെന്ന് അറിയാത്ത നിന്നോട് ഞാൻ എന്ത് പറയാനാണ്? പാവ വിറ്റ് നീ ഒരു പാവേ. ഓടാ. നോക്കടാ, വലിയ വീട്ടിലെ പെണ്ണാണ്. നിന്നെ സ്നേഹിച്ചിട്ട് അവള് എന്റെ കാലിൽ വീഴുന്നടാ. അതാണ് ഞാനും പറയുന്നത്. ഇവള് വലിയ വീട്ടിലെ പെണ്ണാ. എന്റെ കൂടെ അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവളെ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാ അവള് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി ഞാൻ മാറി മാറി പോകുന്നു. ഒതുങ്ങി പോകുന്ന സ്നേഹമല്ലടാ. നിനക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചിട്ട് നിന്നെ തേടി വന്നില്ലടാ അവൾ. അതാണ് സ്നേഹം. ഇവിടെ അച്ഛൻ ഇവള് മരിച്ചു എന്ന് കരുതി നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഇവള് എങ്ങോട്ട് പോകാൻ? ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇവളെ കൂട്ടിക്കൊണ്ടു പോയി ട്രിവാൻഡ്രം പോയി കല്യാണം കഴിക്കണം. ഈ നാട് മുഴുവൻ അലഞ്ഞിടക്ക വേറെ ജോലി നോക്ക്. എന്ത് പറട്ടെ, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കാണാം. ചിന്തിക്കാനൊന്നുമില്ല, നല്ലതേ വരും. അത് കഴിഞ്ഞിട്ട് ഞാനും അവനോട് ഒന്നിച്ചാ വന്നത്. എരൂരായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കായിരുന്നു. ഈ നാട്ടിൽ എനിക്ക് ആരും അറിയാൻ പാടില്ല. വീട്ടിലാണ് ഞാൻ മരിച്ചു എന്നും കരുതി എല്ലാവരും ഇരിക്കുന്നത്. അതാ വേറെ വഴിയില്ലാതെ മരിക്കാൻ വന്നത്. അതുകൊണ്ട് മരിച്ചെല്ലാം കഴിയുമോ? ജീവിച്ചു കാണിക്കണം എല്ലാവരുടെ മുമ്പിൽ.
പോട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. ഞാനൊരു ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. തൽക്കാലം നിങ്ങൾക്ക് അവിടെ എൻ്റെ അടുത്ത് നിൽക്കുക. ഉറപ്പായിട്ടും നമുക്ക് പാണ്ഡ്യനെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ കാരണം നിങ്ങളും കൂടി ബുദ്ധിമുട്ടി. എന്നെ പുള്ളൊരുത്തനാന്നല്ലേ പറഞ്ഞു, കണ്ടുപിടിക്കാം. വാ പോ. ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. రాధా రాధా నా భాష நீ ஆண்டனே சண்டை உனக்கு எனக்கு தான். உனக்கு நீ இருக்கணும், இல்லை நான் இருக்கணும். ஏ வழி அது ஒரு ஒற்ற வழி. ஆண்டவன் சொல்றா, അരുണാചലം മുടിക്കിற. രാധാ, ഹലോ. ഐ ലവ് യു. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? നദി എന്താ ഇവിടെ? എന്തേലും ആവശ്യമുണ്ടോ? നദിയെ പോയി കിടന്നോളൂ. ഇല്ല, ഉറക്കത്തെ നിങ്ങൾ പിച്ചും പേയും പറയുന്നുണ്ട്. നിങ്ങൾ എന്താ സിനിമാ ഭ്രാന്തനാ? അവൾക്കായിരുന്നു സിനിമാ ഭ്രാന്ത്, എനിക്ക് ക്രിക്കറ്റ് ആയിരുന്നു ഭ്രാന്ത്. എന്തുവാ? എനിക്ക് മനസ്സിലായില്ല. അവളുടെ പേര് രാധ എന്നായിരുന്നു. സൗന്ദര്യത്തിലുള്ള രാജ്ഞി. ആലമ്പിൽ ഞാൻ രാവണൻ. ഇന്ത്യ വേൾഡ് കപ്പിൽ ജയിക്കണമെന്ന് എത്രയോ പേർ ആഗ്രഹിച്ചു, പൂജ വരെ നടത്തി. ഞങ്ങളോ അതിനു മുകളിൽ പോയി. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. വേൾഡ് കപ്പ് തുടങ്ങുന്നതിനാൽ ക്യാപ്റ്റൻ ധോണിയുടെയും കൂട്ടരുടെയും നേതൃത്വത്തിൽ ധോണി ഫാൻസ് പാലഭിഷേകം ചെയ്യുന്നു. പാൽക്കുടമേന്തുന്നതിനായി നമ്മുടെ വീരനായകൻ, നമ്മുടെ ക്യാപ്റ്റൻ ധോണി കുമാർ. നാട്ടിലെ നായകൻ സിംഹമാണെങ്കിൽ നമ്മുടെ നായകൻ ധോണി കുമാർ നടന്നു വരുന്നു. இவன் தோனி ரசிகர் மன்ற தலைவர், பேர சொல்லு தெரிக்க பாரு மாசே. പാൽക്കുട എടുക്കുന്നുണ്ടല്ലോ, കുടമുണ്ട്, ഉള്ളി പാലുണ്ടോ? നോക്കടാ, ഇതാണോടാ പാല്? പിന്നെ എന്തോന്ന്? നീ ടെൻഷൻ ആയിട്ട് എന്നെന്തിനാ നാറ്റിക്കാൻ വരുന്നത്? ഞാൻ മോരെന്നാടാ പറയാൻ വന്നത്. എടാ, ഇന്ന് പുറത്ത് കാണിക്കരുത്, ആൾക്കാരുടെ നാണക്കേടാണ്. നമ്മൾ തമ്മിൽ ചേരില്ല. നീ ആ നൂഡിൽസ് മില്ലിനോട് സംസാരിക്കും. പറഞ്ഞു കൊടുക്കണേ. നീ എന്നോട് കാണിക്കണത് ഒന്ന് മാറി നേർക്ക. എല്ലാരും കട്ടാട്ട് വെക്കണേ. എല്ലാരും വന്നല്ലോ. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ, ഓം പരമശിവായ. നിങ്ങളുടെ ആഗ്രഹം ബംഗാൾ വിജയിക്കാനല്ലേ? എനിക്കറിയാൻ വയ്യാത്ത കൊണ്ടല്ലേ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇന്ത്യ ജയിക്കുമടാ, ഇന്ത്യ ജയിക്കുമടാ. എല്ലാരും വന്ന സ്ഥിതിക്ക് തുടങ്ങിയാലോ? എടാ പെട്ടെന്ന് ആവട്ടാ, മാച്ച് കഴിഞ്ഞ തനിയെ വരൂല്ലേ? ഇത് ലൈവാണ്, നിനക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ടാ. ഏയ്, എന്നെക്കാളും വലിയ VIP ആരാടാ ഇവിടെ? വന്നാലല്ലേടാ ചെയ്യാൻ പറ്റുള്ളൂ. VIP എന്ന് പറയുന്നത്. അവിടെ ഇരിയടാ. ശരി, എന്തെങ്കിലും ആട്ടെ, മാച്ച് വേണം.
അടി നോക്ക, എന്താ അടിയാ നോക്കി. ரொம்ப நேரம் விளவு வரைச்சே போட்டுக்கிறீங்களே, படத்தை எப்போ போடுவீங்க? ജീവൻ കൊടുത്തിട്ട് ആൾ കളിക്കുമ്പോഴാ പറഞ്ഞോടാ. എടി ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാര് ക്രിക്കറ്റ് കളിക്കുന്നേക്കാൾ കൂടുതൽ പരസ്യത്തിലല്ല അഭിനയിക്കുന്നത്. അമ്മച്ചി ഈ കളി കഴിഞ്ഞ സിനിമ വെക്കി അവിടെ ഇരിക്കും. போடுங்க. മിക്കവാറും അടുത്ത ബോൾ 4 അടിക്കൂട്ടാ. ആരാടാ നമ്മുടെ നാട്ടിലുള്ളവൻ അടിച്ച ബോൾ അടിച്ച് ക്യാച്ച് പിടിക്കാൻ? എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. ആരാടാ തലവനടിച്ച ബോൾ പിടിക്കാൻ? പറയടാ ഇവിടെ കെട്ടി കൂടാ പാട്ടി. എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. മര്യാദക്കാണ് മര്യാദക്ക്. ഇവിടെ കെട്ടി കൂടാ പാട്ടി. നാട്ടിലെ സച്ചിനാടാ ഞാൻ, സച്ചിൻ. നിനക്കറിയാവൂടാ എത്ര പ്രാവശ്യം ഞാൻ 6 അടിച്ചിട്ടുണ്ടെന്നറിയോ? കൂളണ്ണേ, അടുത്ത ധോനിയല്ലേ വരാൻ പോകുന്നു. അത് പോരെണ്ണ വേണമെങ്കിൽ നോക്കിയത് ഇതാണ് 6. എന്തുവാണ് ഇത്? പന്നി ബൗൾക്കൻ ചവയ്ക്കുന്ന മാതിരിയുള്ള സൗണ്ട് കേൾക്കുന്നു. എടാ അവിടുന്ന് സൗണ്ട് തന്നെ തോന്നുന്നു. അവിടെയാ കൂത്തറ നീയാ? എന്നാ ഇവിടെ എവിടെ ഇരുന്ന് മാച്ച് നടക്കുന്നു? മാച്ച് അവിടെയല്ലേ നടക്കുന്നത്? എന്താ ഇവിടെ മാച്ച് ഇടുന്ന കുഴപ്പം? ആരുടെ കൂടെ ഇരുന്ന് എന്ത് മാച്ച് കാണുന്നു? ചോദിക്കേ. ഇത്ര നേരം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയല്ലായിരുന്നോ? ഞാൻ പോടോ. ഞാൻ എന്റെ കെട്ടിയവൻ എങ്ങോട്ടാ പോയെന്ന് നോക്കിയിരിക്കണ്. അപ്പൊ നീ എന്നെ കൊണ്ട് പോവാൻ നോക്കുന്നോ? നിന്നെയൊക്കെ വെട്ടിക്കൊല്ലണം. ചുമ്മാ ആരും കണ്ടില്ലെങ്കിൽ നീ എന്നോട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യും. ആരെങ്കിലും കണ്ടാലോ നീ എന്നെ തേക്കാൻ നോക്കും. എനിക്ക് നിന്നെ അറിയില്ല. ഐ ലവ് യു. മച്ചനെ അതൊക്കെ വിട്, അങ്ങോട്ട് നോക്കി. ലാസ്റ്റ് ബോൾ 6 അടിച്ചാൽ ഇന്ത്യ ജയിക്കും. உழைப்பாளி இல்லாத நாடுதான் எங்கும் இல்லையா? அரஹோயா, அவன் உழைப்பாலே பிழைக்காத பேருதான் எங்கும் இல்லையா? அரஹோயா. മഹാജനങ്ങളെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ നേതാവ്, ഈ നാടിന്റെ അഭിമാനമായ രജനി രാധ അവതരിപ്പിക്കുന്ന രജനി സ്റ്റൈൽ ഡാൻസ് നിങ്ങൾക്കായി. பாட்டு கட்டி ஆட போறேன்.
பால்காரன் அடடா பசுமாட்டை பத்தி பாட போறேன் புது பாட்டு கட்டி ஆட போறேன் புல்லு கொடுத்தா பால் கொடுக்கும் ஒன்னால முடியாது தம்பி அட பாதிக்குள்ள பொறக்குதப்பா பசும்பால தாய்ப்பால நம்பி நான் பாஷா நீ ஆண்டனி சண்டை உனக்கும் எனக்கும் தான் ഒന്ന് നീ ഇരിക്കണോ ഇല്ല நான் இருக்கணும் മച്ചാനെ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? കഴിഞ്ഞ വർഷത്തെ പ്രശ്നം മനസ്സിലിട്ടിട്ട് അവളെന്നെ കളിയാക്കാണ്. അവളെ നമുക്ക് പഞ്ഞി കിട്ടാലോ. என்ன டிஸ்கஸ் பண்ற കൂട്ടി കളിച്ചു പാര് കണക്ക് തപ്പാവോ. മച്ചാനെ അപ്പൊ നമുക്ക് കണക്കറിയാൻ പോലെതാണ് അവള് പറയണത്. പ്രിയരെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പിറന്നാൾ പ്രമാണിച്ച് നല്ല മനസ്സിനുടമകളായ നമ്മുടെ നാട്ടിലെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻകാർക്ക് അകമഴിഞ്ഞ നന്ദി നന്ദി നന്ദി. ബാറ്റ് തൊട്ട് 2-3 മാസമായി. ഇന്നെങ്കിലും ഒന്ന് ബാറ്റ് തന്നു. ബിഗ് ബോസിലെ സ്വാഗതം തുടങ്ങിയ എല്ലാവരും. നീക്ക് ഇന്ന് മുട്ടം പ്ലാനിങ് ആണല്ലോടാ. ഇന്ന് ആരൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്? നീ അല്ലേ തന്നെ അടിച്ച് ഓഫാണ്. നീക്ക് മാറി നിൽക്കി കളിക്കണ്ട. ഓക്കേടാ, നീ ഓക്കെയാണ്. നീ പോയി ഗ്ലൗസ് ഇട്. കീപ്പിംഗ് ഗ്ലൗസ്. ഗ്ലൗസ് ഇടാ. ചെല്ല് പോ ചെല്ല്. ഇനി എന്താ ആലോചിക്കാ മോനെ? ഒരു പ്രാവശ്യമെങ്കിലും ആ ബാറ്റൊന്നും എനിക്ക് താടാ. എന്താ മാമ ബാറ്റൊന്നും തൊട്ടെങ്കിലും നോക്കട്ടാ. ഓ ശരി എന്നാ തൊട്ടത് മതി. ഇങ്ങടാ ഐസാൻ കാലത്തിലേക്ക് പോയി ചെല്ലേ പോയി ആ വെയിലത്തെ തൊപ്പി വെച്ചിട്ടുണ്ട് പോയി നിക്കി. ആ അപ്പൊ നിങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലേ? ആ അത് പൊളിച്ച്. ഇതെങ്ങനെ സംഭവിച്ചു? അവന്മാർ കാര്യങ്ങളെല്ലാം പഠിച്ചു പോയല്ലോ. എടാ ഞാൻ അവന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വിധം ഫീൽഡിങ്ങിന് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആദ്യം കയറട്ടെ. നീയാണാദ്യം ബോളിംഗ്. ഇതന്നെ 2 മാസമായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. നീ വലിയൊരു ബോളറാവും. നീ ഇവിടെ എന്നെ എടുക്കുക? ക്യാച്ച് പിടിക്കാൻ ഇങ്ങനെ പിടിച്ചാൽ മാത്രല്ല ഇങ്ങനെ പിടിക്കാം. ആ എന്നാ നീ വാ തുറന്നു വെച്ച് പിടിക്ക്. എന്നതാണ് മാമ? അവൻ റെഡി ആയിട്ടില്ല. ബോളിംഗ് ബോളിംഗ് ബോളിംഗ്. ഇപ്പഴാ നിന്റെ കേട്ടോ? ഞാൻ റെഡി ആയിട്ടില്ലടാ. അമ്പയർ റെഡിയാണത്. അവിടെ നിൽക്കി. നീ ഏത് കാക്കാണ് നോക്കണത്? ബോൾ ഇപ്പോഴും ഞാൻ എറിഞ്ഞിട്ടില്ല. ട്രെയിൽ അടിച്ചു നോക്കിയാണ്. ബോളറിടാ. എന്ത് കോപ്പനാണ് കൈ പൊക്കി നിൽക്കുന്നത്? കമാൺ കമാൺ. താനാരാ ടൈറ്റാനിക്കിൽ ജാക്കെന്ന് വിചാരിച്ചോ? നീ അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ ഇല്ല. എടാ ഒന്നിനെ കൈ നീട്ടേക്കരുത്. കൈ കെട്ടിക്കേ. അല്ല വേണ്ട, അത് പൊക്കലിട്ടോ. ആ ഈ ഉരുട്ടിട്ടടിക്കാൻ നീ ഹോക്കിയാണ് കളിക്കണത്. പൊക്കി അടിയടാ. ക്യാപ്റ്റൻ ഞാനാണ്. എന്നെ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട. പിന്നെ പറഞ്ഞു അതില്ലായിരുന്നു ഇപ്പൊ പൊക്കി അടിച്ചേനെ. സാമത്തിനൊക്കെ പൊക്കി അടിക്കാൻ പറഞ്ഞപ്പോ നീ പഞ്ചായത്തോട് പഠിച്ച് പൊട്ടിച്ചു കളഞ്ഞല്ലോടാ. നീ പൊക്കി അടിക്കൊന്നും വേണ്ട. നീ ഉരുട്ടി താത്തി അടിച്ചാൽ അവനെയൊക്കെ. ദോഷമെല്ലാം മാറിയതിനു ശേഷം നമുക്ക് പഴയ പോലെ ഒന്നിച്ചൊന്ന് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ കുറെ നേർച്ച വരെ നേർന്നിട്ടുണ്ട്. അമ്പടി കൊച്ചു കള്ളി, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇത്രയും വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐ ക്യാൻ ബിലീവ് ഇറ്റ്. രാത്രി ശുഭരാത്രി ഇനി എന്നും. അയ്യോ എന്തു പറ്റി? നേർച്ചയൊക്കെ വെള്ളത്തിലായേ. അയ്യോ എന്തുവാണ് ഇത്? ഒന്നെങ്കിൽ മേളത്തെ ബൾബ് അല്ലെങ്കിൽ അടിച്ച കീഴത്തെ ബൾബ്. പോയി ഇപ്പൊ തന്നെ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടും. എന്ത് നാട്ടുകൂട്ടം? പേടി? നാട്ടുകൂട്ടത്തിന്റെ പേടിയില്ലടാ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആള് സീനാണ്. അതോർക്കുമ്പോഴാണ് ഒരു വിഷമം. ആരും പേടിച്ചൊന്നും പറയാതൊന്നും. നിർത്തടാ. നിർത്താനല്ലേ പറഞ്ഞത്? എന്റെ മുമ്പിൽ വന്ന് ഒച്ചെടുക്കുന്നോ?
പഞ്ചായത്ത് മെമ്പറായ ഞാനിവിടെ ഇല്ലേ? അവൻ വേണമെന്ന് വെച്ചിട്ട് ഉടച്ചല്ലോ. പിന്നെ തമാശ കുറച്ചതാ. ആരടാ അവൻ? പിന്നെ 10 രൂപ ബൾബ് അടിച്ചു പൊട്ടിച്ച് ആളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഭ്രാന്താണ്. നീ ഞങ്ങളുടെ മെമ്പറെ പൊട്ടിച്ചവൻ പുറത്തുള്ളവനൊന്നും അല്ലല്ലോ, ആ തൊള്ളവൻ തന്നെയല്ലേ. അതുകൊണ്ട് മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഈ കാര്യം സാധാരണയായിട്ട് തോന്നാം, പക്ഷെ അത് പവർഫുൾ ആണത്. പഞ്ചായത്ത് ബൾബ് ഇടുകയും വേണം, ബൾബ് പൊട്ടിച്ചവൻ അതിന് സമാധാനവും പറയണം. ഇത് രജനി ഫാൻസിന്റെ തീരുമാനമാണ്. അതെന്താ മോൾ അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം ഞാനല്ലേ എടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അത് ഈശ്വരന്റെ, എന്റെ വഴി അതൊരൊറ്റ വഴി. പിന്നെ അവളൊരു വഴി. എന്താ പറയാ, സ്കൂൾ പിള്ളേരെ കൈയും കെട്ടിയിരിക്കുന്നത്. പഴയ ടീച്ചറിന്റെ മനസ്സിൽ ഓർമ്മ വന്നോ? അപ്പൊ പിന്നെ പഴയ പാട്ട് ഓർമ്മ വന്നാണല്ലോ. ഏത് ടീച്ചർ, ഏത് പാട്ടറാ? ഓ, അപ്പൊ ടീച്ചർ ആര്, പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയല്ലേ. ആ പാട്ടെന്ന് വെച്ചോറാ. നിർത്തടാ, എനിക്ക് എന്റേതായ തീരുമാനമുണ്ട്. ബൾബുടച്ചവൻ ആരായാലും പഞ്ചായത്തിൽ നിന്ന് പൈസ കെട്ടിയേക്കണം. ഇത് എന്റെ തീരുമാനമാണ്, പറഞ്ഞേക്കാം. എന്തോന്നടാ ഇത്? കണ്ണാ, നിന്റെ ചെറിയ പ്രായത്തില് നീ എനിക്കിട്ട് നുള്ളുമ്പോ കണ്ണും തിരുമ്മി അയ്യോന്ന് കരയുന്ന ആ പഴയ രാധയാണെന്ന് വിചാരിച്ചോ? ഇത് രാധയാണ്, രജനി രാധ. നീ പൊട്ടിച്ച പടക്കം മാത്രം പൊട്ടും, ഞാൻ പൊട്ടിച്ച ശിവകാശി മൊത്തത്തിൽ പൊട്ടും. ഈ സമയം, ഈ ദിവസം വേണേ നീ കുറിച്ചു വെച്ചോ. ഇന്ന് ഞാൻ സാധാരണക്കാരനായിരിക്കാം, പക്ഷെ നാളെ ഞാൻ വലിയവനാവും. അന്ന് ഇതേ നാട്ടുകൂട്ടത്തിന് മുൻപിൽ നിന്റെ വീടിന്റെ വാതിക്കലെ ബൾബ് ഞാൻ ഉടച്ച ഫൈൻ കെട്ടോടേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ടീം ഞങ്ങൾ പിരിച്ചുവിടും. ഡേ മോൻ പോയിട്ട് അതങ്ങ് ചെയ്. ഡേ, അവളുടെ മുന്നിൽ സ്റ്റാർ ആവാനിട്ട് ഞാൻ ഹെവി ഡയലോഗ് ഓടിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? നീ അവളുടെ വയറ്റിലാണോ നുള്ളിയത്? അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. വാങ്ങിയോണ്ട് നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ പോകുന്ന ഉത്സവത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ധോണി ഫാൻസുകാരെല്ലാരും കൂടി ചേർന്ന് ചെയ്യുന്ന ആഘോഷപരമായ 1 ഡേ ക്രിക്കറ്റ് മാച്ചിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ആഘോഷ മാമാങ്കത്തിന് മാറ്റുകൂട്ടുവാനായി നിങ്ങളെ ഏവരെയും ഒരു കടൽ പോലെ, ഒരു തിരമാല പോലെ ആ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്റെ വാർഡ് ഇലക്ഷൻ മത്സരിക്കാൻ പോകണോ? ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും കളി കാണാൻ പറ്റില്ല. ഞാൻ പറയാം. പിള്ളേരെ, ഐസ്ക്രീം പറയുന്ന ചേച്ചിമാരെ, ധോണി ഫാൻസായ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കളി കാണാൻ വേണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് വരണം. ഞങ്ങളുടെ കളി കാണാൻ ആഗ്രഹിക്കുന്നവർ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും പിസ വാങ്ങി തരുന്നതാണ്. പിസ വേണ്ട, പിസ വേണ്ട. വാട്സപ്പിൽ കുത്തിരിപ്പുണ്ടായിരുന്നല്ലോ പിസയും കഴിച്ച്. വാട്സപ്പിലല്ലോ, ഫേസ്ബുക്കിലല്ലേ. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് മേളിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ കളി കാണാൻ വേണ്ടി നിങ്ങൾ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിസയുണ്ട്, ബർഗർ ഉണ്ട്, അൽഫാം ഉണ്ട്. അപ്പൊ എല്ലാവരും അല്ലേ? നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടി? നീ ഇതൊക്കെ നടക്കൂ? എടാ, നല്ല ആൾക്കാർ വരൂ. ഓ, പിന്നെ അല്ലാതെ എന്നാ കുറച്ച് കയറ്റി അങ്ങോട്ട് അടി. അതിനുള്ള കാശ് അതിന് നിന്റെ അടുത്ത് മാലെടുപ്പില്ല, അങ്ങോട്ട് പോണെന്ന് വെച്ചാ പിടിക്ക്. വലിയ മച്ചി, എന്നാ പിടിച്ചോ. എടേ, എന്തിനാ കൊടുത്തത്? എന്ത് പണി കാണിച്ചു? എടാ മണ്ടാതെ എന്റെ മുമ്പേണ്. എന്റെ ഇരുന്ന് കഴിഞ്ഞാൽ നീ കൊണ്ടേ പണയം വെക്കും. ഇതാകുമ്പോ സേഫ് ആയിട്ട് മുമ്പ് വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. എനിക്ക് സമാധാനമായിട്ട് നിന്റെ കൂടെ വരാം. ധോണി ഫാൻസിന്റെ പയ്യന്മാര് ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ? ഇപ്പൊ തന്നെ ഞങ്ങൾ ഗോൾഡ് ചെയിനൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിൽ വന്നാൽ എന്തൊക്കെ തരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാരും വരണം കേട്ടോ. നിങ്ങളെല്ലാം നമുക്ക് എന്താ ആഘോഷം? നോക്കടാ, എന്താണ് ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി? అడిచి పొളിച്ചില്ല ഞങ്ങളെ. కన్నా ఒక్క నిమిషం ఇక్కడ చూడు. பொதுவாக எம் மனசு தங்க എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടുത്സവത്തിനോടനുബന്ധിച്ച് രജനി ഫാൻസ് സംഘടിപ്പിക്കുന്ന 16 മുതൽ 18 വയസ്സ് വരെയുള്ള ഞങ്ങൾ പെൺകുട്ടികൾ മാത്രം പങ്കെടുക്കും കബഡി മത്സരം കാണുവാൻ എല്ലാവർക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം.
16 18 അടക്കമുള്ള പിള്ളേരാടാ. 6th വർത്ത് ലൂയിസ് പ്രകാരം ഡക്ക് വർത്ത് യൂസ് പ്രകാരം നമുക്ക് ജയിച്ച് പോയാലേ. നീക്ക് എന്ത് പ്ലെയറാടാ? മാച്ച് മാത്രമാണോ? ജീവനാണോ ഇത്? പിന്നെ കോപ്പാണ്. പ്രിയമുള്ളവരെ, കേട്ടിട്ടും നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഞങ്ങളുടെ കബഡിയിൽ സത്യമുണ്ട്, ധർമ്മമുണ്ട്, വീര്യമുണ്ട്, സാഹസമുണ്ട്, ആവേശവുമുണ്ട്. ഏയ് അത്ഭുതവും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വരുവിൻ, പങ്കെടുക്കുവിൻ, വിജയിപ്പിക്കുവിൻ. നീ ഇതോടെ പോടാ. 18 വയസ്സിന് താഴെയുള്ള പെമ്പിള്ളേരുടെ കളിയാടാ. അവർ തന്നെ പറയുന്നുണ്ട് അവിടെ ആവേശമുണ്ട്. പ്ലെയറാണോടാ? നിന്നെയൊക്കെ വെച്ച് എങ്ങനെയാ കളി? പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് കിട്ടാനാ? ഞാൻ പ്ലീസ് നീ ഇങ്ങോട്ട് വാടാ. എന്നെ ഒന്ന് വെറാ. ഇങ്ങോട്ട് പോന്നടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. അടി നിനക്ക് അങ്ങോട്ട് പോന്നല്ലേ? കാണിച്ചിരുന്നു നിന്നേക്ക്. സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ രജനി ഫാൻസ് നടത്തുന്ന കബഡി മത്സരം ഇതാ തുടങ്ങാൻ പോകുന്നു. നിങ്ങളെല്ലാവരും കാത്തിരുന്ന രജനി ഫാൻസിന്റെ നായിക രാധ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രജനി നായിക രാധ ഇതാ കളി തുടങ്ങുവാനായി കളത്തിന്റെ അങ്കത്തട്ടിൽ ഇതാ ഇറങ്ങിയിരിക്കുന്നു. കാണുക, ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇത്രയും ഏറെ സുന്ദരികൾ അവതരിപ്പിക്കുന്ന ഒരു കബഡി മത്സരം നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ച രജനി രാധയ്ക്ക് 1000 ആശംസകൾ. എന്താണ് മാമ, ഒരു ഈച്ചനെ പോലും കാണുന്നില്ലല്ലോ. മച്ചമ്പി, ഒരു ഈച്ച 2 കാക്ക, അത് ഞാൻ കണ്ടതാ. അല്ല തന്നെ മാമൻ എനിക്ക് ഇഷ്ടമല്ല. മിണ്ടാതിരുന്നോ, അടിമേടിക്കും. ഇപ്പൊ കളിക്കാനായി കളത്തിലിറങ്ങുന്നത് വാർമുടി അഴകിൻ സുന്ദരി സീത. മഞ്ഞത്തോർത്തിട്ട് കളവാ, അങ്ങനെ കൊള്ളാറ് നോക്കാതെ. അങ്ങനെ നോക്കിയാൽ കണ്ണു ഒഴിഞ്ഞു പോവും. പ്രേക്ഷകർക്ക് ഒരു അറിയിപ്പുണ്ട്. ഈ സുന്ദരിമാരെ കാണാനായിട്ട് തിരയടിക്കുമ്പോൾ ആളുകൾ കൂടുന്നതിനാൽ അവിടെ കെട്ടിയിരിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള മുളവേലി ആരും ചവിട്ടിയോടിക്കരുത്. അതാ 100 കിലോമീറ്റർ സ്പീഡിൽ വന്നെറിഞ്ഞ ബോൾ അവൻ അടിച്ച് പറത്തിരിക്കുന്നത് കണ്ടു. അതും യോർക്കർ വന്ന ബോള് ഇത്രയും മാർപാടത്തോടുകൂടി വെച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകണം. എന്താ കളിയാക്കിയാണ്? അവിടെ കബഡി മത്സരത്തിന് എന്ത് തള്ളവന്മാരടിച്ചേർക്കണേ, അതുപോലെ നമുക്ക് ചെയ്യണം. ആഹാ, ഇവിടെ എന്തോരം ആൾക്കാർ കൂട്ടിയിരിക്കുന്നു. സ്കൂൾ കുട്ടികൾ, ചേച്ചിമാർ, യുവതികൾ എല്ലാരും വന്നിരിക്കുന്നു. ഗാലറി കാണാൻ എന്തൊരു ഭംഗിയാണ് ഇവിടെ. എന്തായാലും നീ എന്നെ കളിയാക്കണേ. എന്നാ നീ മൈക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും പറയണ. വാരനാടുള്ള സുനീഷാണ് ബാറ്റ് ചെയ്തത്. ചേർത്തലയിലുള്ള രഞ്ജിത്ത് ബോൾ ചെയ്യുന്നുണ്ട്. ഇതാ രഞ്ജിത്തിന്റെ സ്പീഡ് ബോൾ. ഇതാ രഞ്ജിത്ത്, സുനീഷ് ഇതാ ഫസ്റ്റ് ബോൾ തന്നെ അടിച്ച് 6 പറത്തിയിരിക്കുകയാണ്. ഇതാ ആ പന്ത് ഇതാ ഹെലികോപ്റ്ററിന് മുകളിലൂടെ പറന്നു പോയിരിക്കുകയാണ്. അടുത്ത ബോൾ നീങ്ങുകയാണ്. ഇതാ നമ്മുടെ ആന്റണി ടീമും ഭാഷ ടീമും ഇതാ വീണ്ടും മത്സരത്തിന് വേണ്ടി അവരുടെ കോർട്ടുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയ രാധയുടെ പെർഫോമൻസ് കാണുവാൻ ഇനി വെറും 5 മിനിറ്റുകൾ മാത്രം. ഡേയ്, നിന്നോട് ആദ്യം തന്നെ പറഞ്ഞില്ല പാവട കാണുമ്പോൾ ലോ ആംഗിൾ സെൽഫി എടുക്കരുതെന്ന്. എന്തൊക്കെയാ നടക്കുന്നത് അവിടെ? ലോ ആംഗിൾ സെൽഫി എടുക്കുന്നു. പോകാൻ എന്താണ് ഒരു വഴി? എന്താണ് ഒരു ഡിസ്കഷൻ? കുറച്ചും കൂടെ നല്ല സൗണ്ടിൽ ഒച്ചത്തിൽ അങ്ങ് പറഞ്ഞേ. ക്യാപ്റ്റൻ, എനിക്ക് വേറെ സഹിക്കാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ. എനിക്ക് നിങ്ങളാരും എന്നെ ആശുപത്രി കൊണ്ടുപോകത്തോണ്ട് ഞാൻ തന്നെ ആശുപത്രി പോയിക്കോളാം. അല്ലത്തിനാ വന്നിട്ട് കാര്യമൊന്നുമില്ല. വാട്ട് എ ഷോട്ട്! ഓ, ഔട്ടായിരിക്കുന്നു. അവസാനത്തെ വിക്കറ്റും പോയിരിക്കുന്നു. എന്ത് അമ്മായി മരിച്ചു പോയെന്നു? ഞാൻ വന്നാലാണ് കർമ്മങ്ങൾ നടക്കത്തുള്ളൂ.
അമ്മായി നീ ഒരു കിളവൻ, നിനക്കൊരു അമ്മൂമ്മയാ, വെറുതെ നിന്ന് കള്ളം പറയല്ലേ. ഇല്ല മച്ചമ്പി, എനിക്കുള്ളത് ഒരേ ഒരു അമ്മായി മച്ചമ്പി. കോട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മേടിച്ചിരുന്നു അമ്മായി. അത് വെറുതെ കള്ളം പറയല്ലേ. എനിക്ക് പോണോ മച്ചമ്പി, ഞാൻ പോണോ മച്ചമ്പി. നിങ്ങൾ ഇങ്ങോട്ട് മാച്ച് തീർത്തിട്ട് പോടാ. ഹലോ, കായ്പുറത്ത് സുനാമിയോ? 30 അടിക്ക് മേലെ വെള്ളം പോയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവനും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ പോയി വീട് എടുത്തിട്ട് വരാവേ. നിക്കടാ മണ്ണം കെട്ട എല്ലാം മരനുസരിച്ച്. അയ്യോ, എത്ര പെട്ടെന്നാ കയറി വയറൊക്കെ പിടിച്ചത്. കബഡി 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 കബഡി. ടീമിനെ ഭാഷാ ടീമിനെ നിലം പരിശാക്കിക്കൊണ്ട് നമ്മുടെ രാധ വിജയിച്ചിരിക്കുന്നു. ആരുടെ മുന്നിൽ വന്ന് കൈപൊക്കി നിൽക്കുന്നത്? ബൊമ്മയല്ല, കുംകി. ആരുടെ എവിടെ? നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ആളെ വിളിക്കുന്നുണ്ട്. ഗ്രൗണ്ടിലേക്ക് പോവാം. ഹലോ, ഹലോ, ഹലോ. നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ കബഡി കാണാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ നിങ്ങളെ ക്രിക്കറ്റ് മാച്ചിന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് മാച്ചിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്വാർട്ടർ വാങ്ങി തരും. ക്വാർട്ടർ മാത്രമല്ല, ക്വാർട്ടറിനൊപ്പം ഒരു ബിരിയാണി. നിർത്തരേ, നീയൊക്കെ ചെയ്ത മതി. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കണ്ടോ, നമ്മുടെ ഇവിടുത്തെ മത്സരം ജയിച്ച നമ്മുടെ ഈ യുവതികൾക്ക് അവർക്ക് ട്രോഫി കൊടുക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ വേദിയിലേക്ക് ആനയിച്ചിരിക്കുന്നു. സ്വാഗതം. நாட்டாம பாதம் பட்டா எங்க வெள்ளாம விளையுமடி, நாட்டாம கைய சஞ்சா மாச 4 மழை பொழியுமடி. പല കളികളും ഇതുപോലെ ജയിച്ചിട്ടുള്ള വീരയുവതികളായ രാധയ്ക്കും മറ്റും. വിട്ടുപോ. എന്നടി നമ്മ ട്രാക്ல വരാനുങ്ങ ഏതോ പ്ലാൻ. കാഴ്ചയിൽ സുന്ദരികളായ നിങ്ങൾ കളി ജയിച്ചതിന് ശേഷം ഇവിടെ നോക്കിയിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ പ്രസിഡന്റും പ്രണയത്തോടുകൂടി നോക്കുന്നുണ്ടോ? ഇപ്പോ ഇത് കാണാൻ നമുക്ക് നല്ല രസമൊക്കെ ആയിരിക്കും. നാളെ പിള്ളേർ ഇത് വീഡിയോ എടുത്തിട്ട് നാളെ വാട്സപ്പിൽ പ്രസിഡന്റ് ലീലാവിലസങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോൾ പുള്ളിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. എന്താണ് നിന്റെയൊക്കെ കുഴപ്പം? ഞാൻ കയ്യെ പിടിച്ചിറക്കാൻ നോക്കുമ്പോൾ നിങ്ങളൊക്കെ കൂടി എന്റെ കഴുത്തേക്ക് പിടിക്കാൻ നോക്കുന്നു. വണ്ടിയുടെ മുമ്പിൽ നിന്ന് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ അതിനകത്ത് വാട്സപ്പ് ഇടാൻ നോക്കുന്നു. ഈ പഞ്ചായത്തിൽ എനിക്ക് ചെറിയൊരു പേരുണ്ട്. നിങ്ങൾ അതൊക്കെ കൂടി നശിപ്പിക്കോടാ. ഇന്ന് മിണ്ടായിരുന്നേ. ഇപ്പൊ എന്താ വേണ്ട നീ പറ, ഞാൻ ചെയ്യാം. നിങ്ങൾ എന്താ ഞങ്ങളുടെ വാച്ചാൻ പറയുന്നത്? കയ്യാലപ്പുറത്ത് പന്തടിച്ചിരുന്ന പരിപാടിയോ? ആ കളിയേക്കാൾ എത്രയോ നല്ല കളിയാണ് ഈ പെമ്പിള്ളേരുടെ കബഡി കളി. ഞങ്ങൾ കണ്ടു കേട്ടാ. എന്ത് ചെയ്യാനാണ്? ഈ പെമ്പിള്ളേരെല്ലാരും എന്നെ നോക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ മത്സരത്തിനുള്ള ട്രോഫി ഇപ്പൊ നിന്റെ കൈ കൊണ്ട് കൊടുപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ചെയ്യാം. ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് കൊടുക്കുന്ന ട്രോഫി എന്റെ അനിയനെ പോലെ അടിച്ച പന്തുകളെല്ലാം സിക്സറാക്കി മാറ്റുന്ന. ആദ്യം തന്നെ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. മിണ്ടായിടാ, നിങ്ങൾ പറ പ്രസിഡന്റ്. അതുകൊണ്ട് പ്രസിഡന്റായ എനിക്ക് വേറൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട അത്യാവശ്യമുള്ളതിനാൽ എന്റെ അനിയനെ പോലെ കരുതുന്ന ധോനികുമാർ ഈ ട്രോഫി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ്. എല്ലാം പറഞ്ഞതുപോലെ എനിക്ക് അല്പം തിരക്കുള്ളത് കൊണ്ട് ധോനികുമാർ നിങ്ങൾക്ക് ട്രോഫി നൽകും. ഞാൻ പോയി വരട്ടെ. നമ്മുടെ കളി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എഴുന്നേറ്റ് കാപ്പി അല്ലെങ്കിൽ പിന്നെ പാല്. അതുപോലെ ഫോൺ വിടറ, ഞാൻ പറയട്ടെ. ജീവിതത്തിൽ മത്സരം ഉണ്ടാവും, പക്ഷെ ജീവിതമേ മത്സരമാക്കരുത്. ധോനി ഫാൻസിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ ട്രോഫി തരാം. വാ, സ്റ്റൈലേക്ക് വരുക.
ഒരു പ്രൈസ് വാങ്ങാൻ വന്നിരിക്കുന്ന രാധാ മാഡം, സോറി, എന്നെ കുറിച്ച് ഈ ചെറിയ കപ്പ് ഇത്രയും വലിയ മനസ്സുള്ള ധോണി സാർ കൊടുക്കാമെന്നതിൽ നിങ്ങൾ അഭിമാനിക്കണം. നിങ്ങളൊന്ന് കൈയടിച്ചേ. എല്ലാവരും കൈയടിച്ചേ. പൂജാരി, നമ്മുടെ സ്വാമിയെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുക. തിരുമേനി കുളിപ്പിച്ച് കൊച്ചിലുണ്ടാക്കുവോ? പറഞ്ഞാൽ അങ്ങോട്ട് ചെയ്താ മതി. മോനെ, നീ നിന്റെ അമ്മയുടെ കയ്യിരുന്ന സമയത്ത് കൂടെ ഞങ്ങളിവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് നീ ബുദ്ധിയൊന്നും ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണേതൊക്കെ കണ്ട് നിന്നിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ വിഗ്രഹത്തെ കിടന്ന മാല ആഭരണങ്ങളൊക്കെ എവിടെ പോയെന്ന്. എന്റെ ദൈവമേ, വെറുതെ ആൾക്കാരെ പറഞ്ഞ് തിരുത്തല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തോളാം. പോരെ തിരുമേനി വിഗ്രഹം കളയാതെ നോക്ക്. മോനെ, ഞങ്ങൾ ക്ഷത്രിയ വംശത്തിലുള്ളവരാ. സ്വാമിനെ പിടിച്ചിട്ടുണ്ടെങ്കിലേ അത് മുറുക്കാൻ പിടിക്കും, കൈവിടില്ല. ഇവനെന്തോ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, എന്താ അത്? ഞങ്ങൾ ധോണി ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് സ്വാമിക്ക് ഒരു ജേഴ്സിയാണിത്. ഇവൻ സ്വാമിനെ പിടിച്ച് ക്രിക്കറ്റ് കളിപ്പിക്കുന്നാണല്ലോ തോന്നുന്നത്. സ്വാമി, എന്നാ സോപ്പ്. നമ്മുടെ സ്വാമിക്ക് സോപ്പാ? വിഗ്രഹം കുളിക്കാനല്ല, നിങ്ങൾക്ക് കുളിക്കാനാ. അല്ല, നിങ്ങൾ വിളിച്ചിട്ടും കാര്യം. നിന്നെ വികാരം സ്വാമി ചതിക്കൂട്ടാ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുക? അവന്മാർ പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ മേളിൽ രണ്ടെണ്ണം പറഞ്ഞു കൊടുക്ക്. പൂജാരി, എത്ര നാളാ ഇങ്ങനെ അരികത്ത് വെച്ച് കുളിപ്പിക്കുന്നേ? കുറച്ചങ്ങോട്ട് നടുക്കോട്ട് നീക്കി നല്ല വെള്ളത്തിൽ അത് തന്നെ മോള് പറഞ്ഞ ശരിയാ. നടക്കാൻ നടുവിലത് മിനറൽ വാട്ടറാണോ ഒഴുകുന്നത്? ചുമ്മാ വെറുതെ പരമ്പരായിട്ട് ഇവിടെ തന്നെ കുളിപ്പിക്കുന്നത്. മോക്കൊന്നും അറിയത്തില്ല. മോള് ചെറിയ എന്നെ അറിയാലോ. മോള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അതിലെന്താ തെറ്റ്? അങ്ങ് നടുവിലോട്ട് മാറ്റി വെച്ച് കുളിപ്പിക്കും സ്വാമി. വേറെ ഒന്നുമല്ല, എനിക്ക് നീന്താൻ അറിയത്തില്ല. അത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. തിരുമേനിക്ക് അറിയാൻ വയ്യെങ്കിലും സ്വാമിക്ക് അറിയാലോ. ഞാൻ പറഞ്ഞെന്താ കേൾക്കാൻ വയ്യേ? ഇത് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യേ. ഓക്കെ, പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റില്ലല്ലോ. അങ്ങോട്ട് ഇറക്കണ. പാമ്പ്, അയ്യോ പാമ്പ്, അയ്യോ പാമ്പടാ പാമ്പ്. അയ്യോ പ്രസിഡന്റ്, സ്വാമി വിഗ്രഹം കാണുന്നില്ലേ? ഞാൻ കൂടി ചെല്ലട്ടെ, എനിക്കിവിടെ ഉദ്ഘാടനം. ആര് പിടിച്ചു പോയി? ഞാൻ പിടിച്ചു പോയിട്ടില്ല. ഞാൻ ഉണ്ടല്ലോ. സ്വാമിക്ക് പാലഭിഷേകം ചെയ്യാൻ വന്നിട്ട് പാല് കൈ പിടിച്ചിട്ട് സ്വാമിയെ കളഞ്ഞ ലക്ഷണമല്ല വരുന്നത്. ഇവന്മാരൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടാ വന്നതെന്ന് തോന്നുന്നു. രണ്ടാ നിന്നോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ പണി പോലെന്ന്. നമ്മുടെ ക്യാപ്റ്റൻ പോലും പറഞ്ഞിട്ട് കേട്ടില്ല. നീ ആരുടെ കളിയാക്കുന്നത്? ഇപ്പൊ സാധനം കയ്യിൽ പോയില്ലേ? എന്താ പ്രസിഡന്റ് ഒന്നും പറയാതിരിക്കുന്നത്? ഞാനിപ്പോ ഒരു തീരുമാനം പറയാം. ഭഗവാനാണ് നമ്മുടെ നാട് കാക്കുന്നത്. അപ്പൊ ഭഗവാനെ സംരക്ഷിക്കേണ്ടത് പോലെ നമുക്കില്ലേ? എല്ലാവരും ആഴത്തിൽ പോയി മുങ്ങി തപ്പടാ. വിചാരിക്കണ്ട. എന്താ നീ പറയുന്നത്? ഇവിടെ നോക്കിയാൽ പോയി നോക്കുവല്ലേ. നോക്ക്, അവിടെയൊക്കെ പോയി നോക്ക്.
വെള്ളം കോരി കളഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ എടുക്കാൻ എളുപ്പമായിരിക്കില്ലേ? ഓഹോ. വേഗം നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിന്റെ കൂടെ കൂടാനോ? അങ്ങോട്ട് പോയി. വിഗ്രഹം എവിടുന്നും കാണുന്നില്ല. നോക്ക് നോക്ക്, നന്നായിട്ട് നോക്ക്. നിങ്ങൾ അവിടെ നോക്കി നിൽക്കാതെ സൂക്ഷിച്ചു നോക്ക്. അവിടെയൊക്കെ നല്ല ആഴമുള്ളതാ. ഇങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോട് കേറി പോരാൻ പറയും. കിട്ടിയാലും കുഴപ്പമില്ല, നിങ്ങളുടെ കേറി വാ. ഇഷ്ടത്തിന് കാരണം താൻ തന്നെ. എനിക്ക് പേടിയാവുന്നു. നല്ല കൊടുങ്കാറ്റും പേമാരിയും വരുന്ന പോലുണ്ട്. എന്തൊക്കെ പേമാരി വന്നാലും ശരി, നമ്മുടെ നാട് കാക്കുന്ന സാമൂഹികത കിട്ടാതെ ഞാൻ വരത്തില്ലടാ. എടി മഴ ഭയങ്കര കൂടുതലാ. നീ ഇനി അത് നോക്കിയത് സമയം കളയണ്ട. എന്തെങ്കിലും പറ്റിയാലോ? നീ കേറി വാ. നിങ്ങൾ എന്നെ അങ്ങനെ കരുതണ്ട. ആണുങ്ങളുടെ ധൈര്യം പോലെ പെണ്ണുങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇറങ്ങി തിരിച്ചാൽ ജയിച്ചിട്ട് തന്നെ ആവണം. തോക്കാനായി ജനിച്ചവളല്ല ഞാൻ. വിഗ്രഹം കൊണ്ടേ ഞാൻ വരൂ. അതാണ് രാജം. വിഗ്രഹം കിട്ടി. ഒട്ടടാ വേണം. ഒട്ടടാ. ഈ നാടിനെ രക്ഷിക്കുന്ന ഭഗവാനാണ്. പക്ഷെ ഇപ്പോൾ ഭഗവാനെ തന്നെ നിങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. ഭഗവാനെ രക്ഷിച്ചുകൊണ്ട് നിങ്ങളാണ് രാജാവും രാജ്ഞി. എന്താ അങ്ങനെയല്ല ടീച്ചറെ? ചേച്ചി, എനിക്കൊരു മുഴം പനിനീർപ്പൂ തരാമോ? ഈ ഡ്രസ്സിന് മുല്ലപ്പൂവാ ഭംഗി. അതെടുക്കട്ടെ? ശരി, എന്നത്താ. അയ്യോ, പൂജയ്ക്ക് സമയമായി. പൂജാരി, അമ്പലത്തിൽ വരാനെന്തിനാ ഇത്ര ലേറ്റ് ആവുന്നത്? ഒരു മിനിറ്റെങ്കിലും മുമ്പ് വരുന്നല്ല അതിന്റെ ശരി. എന്ത് പറയാനാ മോനെ, എഴുന്നേറ്റപ്പോ ലേറ്റ് ആയി പോയി. സമയക്കാലം വലുത് നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ അല്ലേ? നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എല്ലാരും ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തന്നെയല്ലേ വരുന്നത്. നടക്ക്. വ്യഭിചാരം. ആരടാ നീ? അമ്പലം പൂട്ടി കിടക്കുമ്പോൾ അകത്ത് കയറിക്കണമെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുവാ? ആരും കാണാതെ മതിൽ ചാടി അകത്ത് കയറിയിരിക്കണല്ലേ നിങ്ങൾ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ തൂക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് അഹങ്കാരിയാടാ നീ? പോലീസ് വിളിക്കണോ അതോ നാട്ടുകാരെ വിളിച്ചു കൂട്ടണോ? സ്വാമി അങ്ങനെയൊന്നും ചെയ്യല്ലേ സ്വാമി. ഞങ്ങൾ എന്റെ ഇഷ്ടത്തിലായിരുന്നു. നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്ന നാട്ടിലുള്ളവരെന്നെ ഞങ്ങളെ കൊന്നുകളെ. വേറെ വഴി അറിയാൻ പാടില്ലാതെ ഇവിടെ പെട്ടുപോയതാ. ഞങ്ങളൊന്നും ചെയ്യില്ല സ്വാമി, ഞങ്ങളൊന്നും ചെയ്യില്ല. എഴുന്നേക്കടാ. ഞാൻ തിരുമേനിയാടാ, ബ്രോക്കറല്ല. ഇത് കോവിലാണ്, അല്ലാതെ വ്യവസായല്ല. നിന്നെയൊക്കെ ഞാൻ ബ്രാഹ്മണൻ മാത്രല്ലടാ, കളരിയാണ്, കളരി. ഞാൻ കോവിലിന് അകത്തായിപ്പോയി. പുറത്തെങ്ങാനും ആയിരുന്നെങ്കിൽ. അവനെന്താ അമ്പലത്തിന്റെ അത് കയറി കള്ളു കുടിച്ചോ അതോ കാണിക്കാൻ വെച്ച് മോഷിച്ചോ? ഇല്ല, ഭഗവാൻ. ഏതാണ് നിന്റെ നാട്? നീലകണ്ഠ ശാസ്ത്രി, ശാപം കിട്ടും. മോളേക്കാൾ എത്ര വയസ്സ് മുതിർന്നതാണെന്നോ ഞാൻ. എന്നിട്ട് എന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. ഭഗവാനെ, ഇവളോട് പൊറുക്കണമേ. ഭഗവാനെല്ലാം അറിയാം. നിങ്ങൾ ചെയ്യില്ലെന്നെങ്ങനെ പറഞ്ഞ. അയ്യോ, എന്നെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഉണ്ടല്ലോ. ദൈവമേ, ഈ ലോകത്ത് നിന്നും കേൾക്കാൻ ആരുമില്ലേ? ആളുണ്ട്. അതുകൊണ്ടാ ചോദിക്കുന്നത്. അവരെ രണ്ടുപേരെ ജീവനെ തുല്യം സ്നേഹിച്ചു പോയി. അവരുടെ ജീവൻ മറ്റാരെങ്കിലും എടുക്കുന്നതിന് മുന്നേ അവരുടെ കല്യാണം പൂജാരി നടത്തണം. അതെ, പ്രണയം കാത്തു സൂക്ഷിക്കുന്നത് ഒരു യുഗം സൃഷ്ടിക്കുന്നത് പോലെയാണ്. മുഹൂർത്തം തീരുന്നതിന് മുമ്പ് ഇവരൊരുമിച്ച് ജീവിക്കാനുള്ള പരിപാടി നോക്ക്. മന്ത്രം പൂജാരി ചൊല്ലുന്നോ അതോ ഞാൻ ചൊല്ലണോ?
മന്ത്രം ഞാൻ തന്നെ ചൊല്ലിക്കോളാം, ഞാൻ ചൊല്ലിയാലേ ശരിയാകുള്ളൂ. ഭൂമിയിൽ വാഴുവോളം ജീവിക്കാം, ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും നീക്കി, 7 ഭൂലോക ദൈവങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമേകി, സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മംഗല്യം തന്തുനാനേനാ എന്നാ പിടിക്ക. പരസ്പരം മാലയിടൂ, താലിയെടുത്ത് കൊടുത്തോളൂ, വരണ്ടേ കൊടുക്കൂ. നല്ല മനസ്സോടെ താലി കെട്ടിക്കോളൂ, നല്ല മനസ്സോട് കെട്ടിക്കോളൂ. മംഗല്യം തന്തുനാനേ രാമമ ജീവന ഹേതുനാ. നന്നായി വരും മക്കളെ, നന്നായി വരും. ചേട്ടാ ഒരു നിമിഷം നിൽക്കോ? എന്താ മോനെ? എന്താ ഇത്? ഈ മാലിട്ട് കാണുമ്പോൾ സൂപ്പറാണ്. സോറി ഒരു എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ മറക്കത്തേ ഇല്ല. താങ്ക്സ് അണ്ണേ. താങ്ക് യു. ഇത്രയും പേരെയും കുട്ടി എവിടെ പോവാ മോനെ? മോൻ പെണ്ണ് കാണാൻ പോവാണോ? പെണ്ണിന് പൊക്കാൻ പോവാ. താഴെ വീട് കൊച്ചാണോ? അതൊക്കെ അവിടെ ഒന്ന് കാണ്. അടിക്കടാ മേളം. നിർത്തടാ. ആടി സുന്ദരിക്കുട്ടി. റെഡി. നിന്റെ മേട നിന്നേക്ക് കമ്പൽ, നിന്റെ ചക്കടൊന്ന് പോയെ, നിന്റെ മേട നിർത്തടാ. ആരടാ നീയല്ല? നിന്നെയൊക്കെ ആരടാ ഇങ്ങോട്ട് വിട്ടത്? എന്താ ഇവിടെ കാര്യം? നിന്നെ തന്നെ എനിക്ക് വേണം. ഹോ ഓ ആരും എന്തിലൂടെ തലെന്ന് കൂട്ടി കോഴിമുട്ടി എന്ത് പൂ കോഴുമ്പോ ഒരു കറുത്ത പൂവൻ ഈ പഴത്തെ കൊത്തി തിന്നാ പോകുന്നു. ആരാടാ നീ? പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങാണോ പറഞ്ഞ കാലേ വാരി നിലത്തടി. പഞ്ചായത്ത് പ്രസിഡന്റ് ചുട്ടിക്കുട്ടി വണ്ടി കൊണ്ടുവന്ന് നോക്കുന്നല്ല. വാട്ടി വളങ്ങിട്ടാടാ. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് നീ എന്നെ പൊക്കിയത്. പുള്ളിയുടെ ഭാര്യയുടെ ഓട്ടത്തിൽ പണി മേടിച്ചേനെ. കാലത്ത് വന്ന് കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വല്ല പെണ്ണിനെയും കെട്ടാനാണെന്ന്. ഇത് മനുഷ്യനെ വണ്ടിയിൽ പിടിച്ച് കെട്ടിവെച്ചിരിക്കണോ? ഇതെന്റെ നാട്ടുകാരെങ്ങാനും കണ്ടാലുണ്ടല്ലോ. പിന്നെ നാട്ടുകാരെ കണ്ടോണ്ടിരിക്കണതല്ല വല്ലതും ചെയ്യുന്നുണ്ടോ? പേടിച്ചിരിക്കുകയായിരിക്കും. ഇങ്ങനെ നാടും കളഞ്ഞതിനേക്കാളും നല്ല തല്ലി മേടിക്കുന്ന തല്ലുകൊള്ളുന്നതിലല്ല വടിവാളുണ്ട് അവരുടെ കയ്യിൽ. എന്റെ നേരെ വടിവാള് വീശാറായോ? ദേ ഒരു കാര്യം പറയാം, നിങ്ങൾ നേരത്തെ ആയിരുന്നില്ല. ഡേയ് ഞങ്ങളുടെ മച്ചാനെ കിட்ட വന്നിട്ടല്ലോ, നീയൊക്കെ തീർന്ന്. ആരാണ് നിന്റെ തലവൻ? വരാൻ പറടാ. മച്ചാനെ നീ എവിടെയാണ്? ഒരു കട്ടൻ അടിച്ചോണ്ടിരിക്കടാ. കട്ടൻ അടിച്ചോണ്ടിരിക്കുന്നു? എടാ ഞങ്ങളിവിടെ കെട്ടിവെച്ചിരിക്കോടാ. അങ്ങനെയാണോ? ഓക്കേടാ. ഓക്കെ എന്നാ. എടാ എന്തുവാടാ? എന്തോടാ അയാളെ നോക്ക് തോടണം. മച്ചാൻ വിശ്വസിക്കില്ലെന്നാ തോന്നുന്നു. നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ? ഷൂട്ട് ചെയ്യുന്നു. എടാ മച്ചാനെ ഞങ്ങൾ ശരിക്കും കെട്ടി വെച്ചിരിക്കോടാ. എടാ ഒന്ന് രക്ഷിക്കടാ. ഒരു മിനിറ്റ്. മോനെ ധോനി നിനക്ക് സുഖമല്ലല്ലോടാ. നിങ്ങൾ എന്ത് മണ്ടത്തിലാ പറയുന്നത്? ഇങ്ങനെ വിളിച്ചാൽ അവൻ വരാന്ന് വിചാരിച്ചാൽ പിന്നെ വരില്ല. അയാളും പഠിച്ചിരിക്കുക, ധൈര്യം ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുക. നീ എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങൾ രക്ഷിക്കടാ. കൊട്ടൽ സാധനം കയ്യിൽ വെറുതെ പിടിച്ചോണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും കുറച്ച് ബിൽഡപ്പ് ഓടാ, എന്നാലും അവൻ വരുള്ളൂ. കൊട്ടിയാലേ വരികയുള്ളൂ. എന്നാ പിന്നെ നിനക്ക് ഇത് ആദ്യമേ ചെയ്യിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോ തോന്നണതല്ലേ. എന്റെ ആൾക്കാരെ പൊക്കാൻ നിനക്ക് എവിടുന്നാണ് എത്ര ധൈര്യം കിട്ടിയത്? എന്റെ ശത്രുവിനെ നീ ഹെൽപ്പ് ചെയ്തതിനുള്ള കൂലിയായത്. നീ എന്താ പറയണേ? അവളെന്റെ മുറപ്പെണ്ണായിരുന്നടാ. ഇന്ന് അവളുടെ എന്നെ കല്യാണമായിരുന്നു. അറിയോ? സിംഗപ്പൂരിൽ നിന്ന് വന്ന സാധാരണ മനുഷ്യനെ ഞാനെന്ന് എഴുതിയോ? ഇന്ന് എന്റെ കല്യാണമാണ്. പെണ്ണവളല്ല, ഇവൾ. ഓ അതാണ് കാര്യം. അതിനെന്താണ് ഇത്ര ബിൽഡപ്പ് കൊടുത്ത ആൾക്കാരെ വിളിച്ചിരിക്കുന്നത്? മുഹൂർത്തത്തിന് ഇപ്പൊ നേരാവും. പെണ്ണിനെ വിളിച്ചോണ്ട് പോടാ. എല്ലാത്തിനും തീരുമാനമായി. കല്യാണ പെണ്ണേ വരട്ടാ.
ഡേയ് അയച്ചു വിടറേ. അവന്റെ ഭാഗ്യം അവൻ എന്നെ ക്രോസ് ചെയ്യാൻ വന്നില്ല, ഇല്ലെങ്കിൽ അവനെ ഞാൻ അടിച്ചു കൂട്ടിയ പൊട്ട. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, നിന്റെ തല ഞാൻ കണ്ടിച്ചത്. അത് ശരി, ഇവരിതുവരെ എന്നെ ബോസായിട്ടാണ് കണ്ടത്, മാസായിട്ട് കണ്ടിട്ടില്ല. പറഞ്ഞത് കേട്ടിട്ട് സ്ഥലം വിട്ടു. എന്നെ പ്രേമിക്കാൻ പറ്റുമോ നിനക്ക്? എനിക്ക് തോന്നടാ. ഇങ്ങോട്ട് വരടാ. എന്റെ ദൈവമേ, ഒരുപാട് വേദനയുണ്ടോ? അതെ, ഉള്ളിലെ വേദന ഭയങ്കരമായിട്ടുണ്ട്. ഇവന്റെ ഉൾവലിക്കുള്ള മരുന്ന് ഞങ്ങളുടെ ഞങ്ങൾ കൊടുത്തോളാം. ഏയ്, ഇവന്റെ മനസ്സ് വേദനിച്ച അതിന് പവർഫുൾ ആയ ഒരു മരുന്ന് എന്റെ അടുത്തുണ്ട്. അവര് തമ്മിൽ പാട്ട് പാടാൻ പോയാണ്, നമ്മൾ അതിനകത്ത് ചെറുക്കില്ല. നമുക്ക് പോവാം. അവരെന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയില്ലേ. എടാ, നിന്റെ ഈ ഡ്രസ്സില് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെടാ. ഒരു ഫോട്ടോ വെക്കുന്ന എന്തിനാ? 100 എടുത്തോ. നീ എന്താ എടുക്കണേ? ഹേയ്,
എന്താ ഈ കാണിക്കുന്നേ? ചീപ്പോണ്ടാണോ മുടി ചെയ്യുന്നേ? സൂപ്പർ സ്റ്റാർ ചെയ്യും പോലെ കൈ കൊണ്ട് ചെയ്യണം, എന്നാലേ സ്റ്റൈൽ മന്നനാവും. ഏയ് എന്താ നോക്കുന്നേ? എല്ലാം ഓക്കെ അല്ലേ? അയ്യോ, എനിക്ക് തന്നെ കണ്ടിട്ട് കൊതിയാവുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് വലത്തോട്ട് നീങ്ങുന്നേ, ആ കുറച്ച് ഇടത്തോട്ട് നീങ്ങി നിക്ക്. ആ ലൈറ്റ് പോയി എടുക്ക്. എന്നത് എടുത്തു? സെൽഫോണിൽ എടുക്കാതെ ഇതെന്താ കണ്ണുകൊണ്ട് എടുത്താ? നിന്നെ മൊബൈലിൽ വെച്ച് നോക്കുന്നതിനേക്കാളും കണ്ണുകൊണ്ടെടുത്താൽ മനസ്സിലിരിക്കും. അതാണ് എനിക്കിഷ്ടം. നീ ഹെവി ആണല്ലോ. നീ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടോ. മതി മതി, ഒരുപാട് പൊക്കി പറയല്ലേ. ഒരു വർഷമല്ല, ഒരു ദിവസം ജീവിച്ചാൽ പോലും അണ്ണാമലയ്ക്ക് ഖുശ്ബുവിനെ പോലെ, യജമാനന് മീനയെ പോലെ, കബാലിക്ക് കുമിതയെ പോലെ ജീവിക്കണം. നോക്കിക്കേ, നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഈ മരങ്ങൾ പോലും പൂക്കൾ പൊഴിച്ചത്. ഓ വീഴും വീഴും. നാട്ടിൽ രണ്ടുപേരും കൂടെ തല്ലു പിടിച്ചാണ് ഇപ്പൊ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നോ? നോക്ക് നിന്നോ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യമൊക്കെ പറയുന്നുണ്ട്. പ്രേമമാണോ? നടക്കട്ടെ നടക്കട്ടെ, എൻജോയ്. ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തെ വരവേൽക്കാൻ നമ്മൾ എല്ലാവരും നടത്തുന്ന ഈ പരിപാടികളിൽ നിങ്ങൾക്കുള്ള പുതുമ എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള ന്യൂ ഇയറുകളിൽ നിങ്ങൾ എത്രയോ പാർട്ടികളെ കണ്ടിരിക്കുന്നു. അത് പിന്നെ എത്രയോ മത്സരങ്ങൾ കണ്ടിരിക്കുന്നു. ഈ വർഷം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് മത്സരം വെച്ചിരിക്കുന്നതായി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് 5 സ്റ്റാർ. അത് പൊളിച്ച്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് 10 സ്റ്റാർ. സംഭവം ഉഷാറായിട്ടുണ്ടല്ലോ. അവസാനമായി നിങ്ങൾ കാണാൻ പോകുന്നത് 50 സ്റ്റാർ. അത് കത്തിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാർ. അതിനുവേണ്ടി 1 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തത് നമ്മുടെ നാട്ടിലെ പ്രസിഡന്റ്. അതാരാകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കടന്നു വരൂ, കടന്നു വരൂ. അതെ, ഇത് വീടിക്കല്ല, വെടിക്കെട്ടാണ് വെക്കേണ്ടത്. അതിന് ധൈര്യമുള്ള, ഉശിരുള്ള, ആരോഗ്യമുള്ള, ബുദ്ധിയുള്ളവരാരും നമ്മുടെ നാട്ടിലില്ലേ? ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പടക്കത്തിന് തിരികൊളുത്താൻ ആരാണുള്ളത്? ധോണി ഫാൻസ് അസോസിയേഷന് വേണ്ടി ഞാൻ കൊളുത്താം. മതിയടാ, നിർത്ത്. ഞങ്ങൾ തീരുമാനിക്കും, അതേ നടക്കൂ. പറഞ്ഞേക്കാം. നീ വിചാരിക്കുന്ന അടുപ്പിൽ തീ വെക്കുന്ന കാര്യമൊന്നുമില്ല. കുറച്ച് ധൈര്യമൊക്കെ. രജനി ഫാൻസിന് വേണ്ടിട്ടേ ഞങ്ങളുടെ രാധ കൊളുത്തു. അതെ അതെ അതെ, രാധ തന്നെ കൊളുത്തും. എന്താടി പറയുന്നേ? അവർ തന്നെ കത്തിക്കട്ടെ. എന്താടി, നിനക്ക് അവനെ ഇഷ്ടം? കൊന്നോളയും ഞാൻ. നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നീ വിട്ടുകൊടുക്കുന്നു. അതിന് ഞങ്ങൾ എന്തിനാ വിട്ടുകൊടുക്കുന്നത്? അതൊന്നും നടക്കത്തില്ല. അവനുള്ള നാട്ടിൽ തന്നെ നീ നിൽക്കുന്നേ. അവൻ കുടിക്കുന്ന വെള്ളം തന്നെ നീയും കുടിക്കുന്നേ. അവന്റെ ഉള്ളതൊക്കെ തന്നെയല്ലേ നിന്റെ ഉള്ളൂ. എന്താടി പറയുന്നേ? ധൈര്യത്തെ കുറിച്ച് പറഞ്ഞോ? അത് നേരാടി. ഓക്കെ പറ, ഓക്കെ പറയടി, ഓക്കെ പറ, ഓക്കെ പറയടി. മന്ദബുദ്ധികളെ, ഇത് നിങ്ങൾ എന്തായാലും പറയുന്നത്? ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. എന്നെ പറയണ അത് നടക്കില്ല. ഞങ്ങളവിടെ ഏറ്റവും വലിയ ആൾക്കാർ. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ധോണി ഫാൻസ് പറയുന്നത് നടക്കുള്ളൂ. നിങ്ങൾ നിങ്ങൾ തന്നെ രജനി മന്ത്രി എന്ത് പറഞ്ഞ ഒരു കാര്യമില്ല. മൊത്തം നീ എന്താ അവരെ സംസാരിക്കുന്നത്? മക്കളെ, എന്തിനാ നിങ്ങൾ പ്രസിഡന്റ് തല്ലുപിടിക്കാലോ ഒരുപാട്? അതിന് ഇവൾ എന്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കോ? നിങ്ങളൊരു ചില്ലറ പൈസ ഇരിപ്പുണ്ടോ? ഇവിടെ കയ്യിലുണ്ട കുറേ ടോസ്റ്റ് ഇടാനാണ്. ഇവിടെ എന്തുവാടാ അത് കൊടുക്കടാ, ആരടിക്കാടാ. എന്നാ എല്ലാവരും കേട്ടോ, ഇത് അവസാനത്തെ തീരുമാനം. കാശ് മേലോട്ടിടും. ഹെഡ് വേണോ ഇവള് കത്തിക്കും, ടേല് വേണോ ഇവൻ കത്തിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വേണോ? നിന്നെ അവളെ കൂടെ ഒരുമിച്ച് കത്തിക്കും. മിണ്ടായിരുന്നോളണം. നിങ്ങൾ ടോസ്റ്റ് ഇട്. മേലോട്ടിട്ടെ. ഹെഡ് വീണു, മോള് കൊളുത്തും. അടിച്ചു പൊളിക്കടി. മാല എടുക്കടി.
കത്തിക്കിട്ടടാ. രാധ, ആംബുലൻസ് വിളിയാ രാധ. ഏയ് ഒന്നുമില്ല രാധ, ഒന്നുമില്ല രാധ, ഞാനില്ല കൊടുത്തു, ഒന്നുമില്ല രാധ. മരിച്ചു പോകൂടാ. വണ്ടി എടുക്കണ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. നിനക്കൊന്നും പറയാൻ സമ്മതിക്കില്ല. നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം കുമാർ. ഒന്നും വരുത്തിട്ടത് ഇങ്ങനൊന്നും പറയാതെ. ഞാൻ മരിച്ചു പോകുന്നാ തോന്നുന്നേ. അതിനു മുന്നേ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യൂ. എന്താ പറയ്? ഒരു ഫോട്ടോ എടുക്കാമോ? എനിക്ക് വേണ്ടി ഒരു തവണ കൂടി ആശുപത്രി പോയാ. അന്നവള് മരിച്ചതിന് ശേഷം എനിക്ക് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഫ്രണ്ട്സിനോട് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ കണ്ടത്. എൻ്റെ ലൈഫിൽ ഞാനൊരുത്തരെ നഷ്ടപ്പെടുത്തിയിട്ട് നിൽക്കുന്നു. പക്ഷെ നിങ്ങളോ ജീവിതമാണെന്ന് കരുതിയ ആൾ പോയിട്ട് നിൽക്കുന്നു. ഇത്രയും സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? ജീവിക്കാനാവും വിധി. നമ്മൾ ജീവിക്കുന്നതിന് ഒരു കാരണവും ഉണ്ടാവും. നാളെ രാവിലെ തന്നെ തൻ്റെ പാണ്ടി നമുക്ക് അന്വേഷിക്കാം. ആ സ്റ്റേഷൻ്റെ അടുത്തുള്ള മാർക്കറ്റ് എല്ലായിടത്തും നമുക്ക് പോയി അന്വേഷിക്കാം. ഉറപ്പായിട്ട് കാണാൻ പറ്റും. ഇപ്പം സമാധാനമായിട്ട് പോയി കിടക്കാം. ഇങ്ങനെ നോക്കിയാൽ കുറേ നേരം എടുക്കും. ഒരു കാര്യം ചെയ്യും, താൻ ആ വഴി പോയി നോക്ക്, ഞാൻ ഈ വഴി പോയി നോക്കാം. ഇതാ ഇത് വെച്ചു. ഇതെൻ്റെ ഫോട്ടോ ആണ്. ഇത് കാണിച്ച് ചോദിച്ചു നോക്ക്. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ മോളെ ഇപ്പൊ നിന്റെ ഫോട്ടോ കാണിച്ച് നദിയെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ കണ്ടോന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നിട്ട് പോയതുള്ളൂ. നീയാണെങ്കിൽ അവന്റെ ഫോട്ടോ കാണിച്ചിട്ട് അവൻ എവിടെയെന്ന് എന്നോട് ചോദിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എവിടെയായിട്ടാ കണ്ടത്? ദേ ആ അമ്പലത്തിന്റെ അതൊക്കെ. ചേച്ചി ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവനോ? ഇവനിപ്പോ മോളെ തിരക്കി ഇപ്പൊ വന്നതേ ഉള്ളല്ലോ. നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ഈശ്വര, എത്രയും പെട്ടെന്ന് കാണിച്ചു തരണേ. പാണ്ടി എവിടെയാണ് ഉള്ളേ? എന്തു പറ്റി? എന്റെ പാണ്ടി ഇവിടെ തന്നെ എവിടെയൊക്കെ ഉണ്ട്. ഓട്ടോ ഓട്ടോ ഓട്ടോ.
പോയിരിക്കുകയായിരുന്നു. എന്നെ വിട്ടിട്ട് പോയതിന് ഭേദം എന്നെ കൊന്നിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരില്ലായിരുന്നു. എന്തിനാണ് എന്നെ വിട്ടിട്ട് പോയത്? ഇല്ല, അന്ന് നടന്നെന്താന്ന് നിനക്കറിയോ? എനിക്ക് വയറ് വേദനിക്കുന്നു, നടക്കാൻ പറ്റുന്നില്ല. ശരി, എന്നാ ഇവിടെ ഇരിക്കും. വെള്ളം വാങ്ങിയിട്ട് വരാമോ? നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. ശരി, വേഗം വാ. ഇനി മേലാൽ നിന്നെയും നിന്റെ കൂട്ടുകാരെയും നാട്ടിൽ കണ്ടുപോകരുത്. അതെ, പുതിയൊരു പീസിനെ അങ്ങോട്ട് തരാട്ടോ. നീ എവിടെ നോക്കിയാ? അണ്ണാ, മെഡിക്കൽ ഷോപ്പ് എവിടെയാണെന്നറിയോ? എനിക്കങ്ങ് പറയാൻ പോടാക്കാം. ചേട്ടത്തെ കവർ എടുത്തിട്ടില്ല. ചേട്ടാ കവർ എടുത്തിട്ടില്ല. ചേട്ടാ കവർ കേട്ടോ. ഡോ, വണ്ടി നിർത്ത്. ഡാ, ആരാ നീ? എന്താ ഈ സമയത്ത് ഇവിടെ? മെഡിക്കൽ ഷോപ്പ് എവിടെയാന്ന് നോക്കുക സാർ. എനിക്ക് ഇവനെ കണ്ടെന്തോ വശപ്പിച്ചത് തോന്നുന്നുണ്ട്. ചെക്ക് ചെയ്യടോ ഇവനെ. കവർ താടാ. അതെൻ്റെ അല്ലേ സാറേ, ഇപ്പൊ പോയ ഒരാളുടെ കയ്യിൽ നിന്ന് വീണത്. സാർ, ഇപ്പൊ മാമയാണെന്ന് തോന്നുന്നു സാർ. എന്റെ കയ്യിൽ കുറെ പെമ്പിളരുടെ ഫോട്ടോ ഉണ്ട് സാർ. എന്ത് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ, ഇതൊന്നും എന്റെ അല്ലേ സാർ. ഇപ്പൊ ബൈക്കിൽ ഒരുത്തും പോയായിരുന്നു, അവന്റെ കയ്യിൽ. മൊത്തത്തിൽ അവനെ ചെക്ക് ചെയ്തേ സാർ. എന്താ സാർ ഇത്? സാർ, എല്ലാത്തിനേക്കാളും നല്ല ഇതാന്ന് തോന്നുന്നു. ഹലോ, ഇതെന്താടാ പുതിയ സാധനമാണോടാ? അല്ല സാറേ, സത്യം പറയടാ. ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ സാറേ. അത് പേരെന്തുവാടാ? നദിയ. സാർ, ഫോട്ടോ എങ്ങനെയാ സാർ? എനിക്ക് പോണം. ഫോട്ടോയൊക്കെ തരാം, നീ 1 മണിക്കൂർ അവളെ എനിക്ക് താ. സാർ, അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ലേ സാറേ? ഫോട്ടോ കണ്ടാൽ അറിയാം സാധനം ചരക്കാ വശപ്പശകാന്ന്. എന്ത് സാർ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. നീ അത് ഫോട്ടോ കയറാ. അത് നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് പറയാം. മര്യാദക്ക് നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ നാളത്തെ പത്രങ്ങളില് മെയിൻ കോളത്തില് വെണ്ടയ്ക്ക മുഴുപ്പിൽ വരും, വ്യഭിചാരിയായ നദിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഫോട്ടോ അടക്കം വരും. പോയി വിളിച്ചോണ്ട് പോടാ അവളെ. സാർ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന ദയവേത് വെറുതെ വിട്ടേക്ക് സാർ. ഞങ്ങളെ ഫോട്ടോ ഇങ്ങോട്ട് വന്നിട്ട് സാറേ. ഡയലോഗ് അടിക്കാതെ പോയി കൂട്ടിക്കൊണ്ടു പോടാ അവളെ. ഡോ, താനും ചെല്ലടോ. പോക്കൃത്തിനും കാണിച്ച പോലീസിന്റെ അടുക്ക് പോകും. പോലീസിന്റെ പോക്കൃത്തിനും കാണിച്ച എന്ത് ചെയ്യും സാറേ? അവൻ അടിച്ചിട്ട് ആ ഫോട്ടോ ഇങ്ങോട്ട് മേടിച്ചെടുക്കടാ. ഫോട്ടോ അവൻ ചൂട്ടി കൊടുക്കുന്നതിന് മുമ്പ് അതെടുക്ക്. ഫോട്ടോ എടുക്കണോ? അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതുവരെ നിന്നെ തേടാത്ത സ്ഥലമില്ല ഞാൻ. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? നിന്നെ പ്രണയിച്ചതിൽ ഞാൻ അഭിമാനിക്കുക. സ്നേഹിച്ച പെണ്ണിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പാട് നീ അനുഭവിച്ചില്ലേ? നീ എനിക്ക് ദൈവത്തെ പോലെ. ബ്രദർ, പ്രണയത്തിനൊരു സത്യമുണ്ട് ബ്രദർ. അതിന്റെ നന്മ വന്നു തരൂ. എനിക്കത് സാധിച്ചില്ല, നിങ്ങൾക്കെങ്കിലും സാധിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കട്ടെ. ഇതാരാണെന്ന് അറിയോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ഇനി പറയണെങ്കിൽ കുറെ സമയം വേണം. വെറുതെ എന്തിനു സമയം കളണേ? ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചായില്ലേ, പതിയെ ചോദിച്ചറിഞ്ഞാൽ മതി. പോട്ടെ, ബൈ. എവിടെ പോവാ? നമ്മുടെ നാട്ടില് പുതിയൊരു രജനി ഫാൻസ് തുടങ്ങണം. അപ്പൊ ഞങ്ങളെയും കൂടെ അതിൽ ചേർക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരാണ് ആദ്യത്തെ പേര്. ഓക്കെ അല്ലേ? നമുക്ക് പോവാം. ഞങ്ങളുടെ രാധയില്ലാത്തതിന്റെ കുറവ് മാറ്റി തന്നത് സന്തോഷം. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതിന് വരാനുണ്ട്. പാണ്ടി, ദേ അങ്ങോട്ട് നോക്കിയാ. ഇന്ന ധോണി,
ഇതെടുത്ത് റിബൺ കട്ട് ചെയ്യ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താ. ഇതിപ്പോ നല്ല നേരമാണല്ലോ, പിന്നെ എന്താ ഒരു നിമിഷം വെയിറ്റ് ചെയ്യ് ബ്രോ. എത്ര സമയം? എന്തിനു വേണ്ടിട്ടാ? ശ്രീധർ. ആരാടേ ശ്രീധർ? നീ എന്താ നോക്കുന്നത്? നിന്നെ പൊടുത്തിരുന്നാൽ പിന്നെ അവരെ പോലെ ഒരാൾ വേണ്ടേ? ഇതെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. ജപ്പാനിൽ ഒരു മസാജ് സെന്റർ നടത്തുക. ഇവിടെ മസാജ് അതിൻ്റെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനാണോ മസാജ് വെച്ചിരിക്കുന്നത്? ജപ്പാൻ ഫാൻസിന്റെ ലീഡറാ. പേര് ഹമാകുച്ചി മുഷിഗോ. എമഗുച്ചി ഹമാകുച്ചി. എങ്ങനെയുണ്ട്? കിടു പേരല്ലേ? ആ കോനൊക്കെ ജീവാ. ഇവിടെ മൂക്കിലിട്ട് ആരെങ്കിലും ഇടിച്ച മൂക്ക് കൊണ്ടല്ല കണ്ടല്ലോ, എന്റെ രാധയെ പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ തന്നെ തുറന്നോളൂ. ഓക്കേ